ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ജോയിൻ ചെയ്തവരൊന്ന് തംസപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ, വോയിസ് നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലേ? മാഡം ഇപ്പം സൗണ്ട് ഓഡിയബിൾ ആണോ? നന്നായിട്ട് കേൾക്കുമെങ്കിൽ ഓക്കെ. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഓരോരുത്തരും ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വന്നവരൊക്കെ ഓഡിയബിൾ ആണ് എന്ന് വിചാരിക്കുന്നു. സോ വളരെ സന്തോഷമാണ്. ഇന്ന് നമ്മൾ പുതിയൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ്. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്റ്റ്, മിഷൻ കേട്ടറ്റ് എന്നൊക്കെ പറയാം. നിങ്ങളെയൊക്കെ അടുത്ത എക്സാമിന്, അടുത്ത കേട്ടറ്റ് എക്സാമിന് നല്ല മാർക്കോട് കൂടി തന്നെ വിജയിപ്പിക്കാൻ എജുബിലിസ് ലേണിംഗ് തയ്യാറെടുക്കുകയാണ്. ഇത് നമുക്കറിയാം, സാധാരണ സാധാരണ കേട്ടറ്റ് എക്സാം നടക്കുന്ന ഒരു രീതി, കേട്ടറ്റിന് ഒരുപാട് പേര് അപ്ലൈ ചെയ്യും. അതുപോലെ തന്നെ കുറെ ആൾ വിജയിക്കും, കുറെ ആൾ വിജയിക്കില്ല. അവർ വീണ്ടും ഓരോ കോഴ്സുകൾ എടുക്കും, വീണ്ടും എടുക്കും. ഇപ്പോൾ കഴിഞ്ഞൊരു കേട്ടറ്റ് എക്സാമിന്റെ റിസൾട്ട് വന്നപ്പോൾ ഒരുപാട് ആളുകൾ നമ്മെ വിളിച്ചു. ഇതിന്റെ ഒരു ബേസിക് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണ് കേട്ടറ്റ് എക്സാം, എന്താണ് അതിന്റെ ചോദ്യം, എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത്, ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയില്ലാത്തത് കൊണ്ടാണ്. കാരണം കുറച്ചൊന്നും കൂടി ശ്രമിച്ച് പലരും വിവരമില്ലാത്തവരോ അല്ലെങ്കിൽ നന്നായിട്ട് കോളേജിലൊക്കെ എക്സൽ ആയ കുട്ടികളൊക്കെ ആയിരിക്കാം. പക്ഷെ നേരത്തെ കിട്ടുമെന്നൊക്കെ കോൺഫിഡൻസ് ഉള്ള ആളുകൾക്ക് എക്സാം വന്നപ്പോൾ, റിസൾട്ട് വന്ന സമയത്ത് കുറഞ്ഞ മാർക്കിന് പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് നമ്മുടെ പ്രോഗ്രാമിന് വന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് കേട്ടറ്റ് പഠിച്ചു തുടങ്ങാം? ഇന്ന് നമ്മൾ സൈക്കോളജിയാണ് പറയുന്നത്. ഇനിയും നമുക്ക് ഇതുപോലെ മറ്റുള്ള ടോപ്പിക്കുകൾ വരും. നമ്മൾ സൈക്കോളജി തന്നെ നമുക്ക് പതിയെ ഡിസ്കസ് ചെയ്ത് പോവാം. ഇതില് പ്രധാനമായിട്ടും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല്, നമ്മള് ഇതിന്റെ ക്ലാസ് എങ്ങനെയാണ് എക്സാം ക്രാക്ക് ചെയ്യേണ്ടത്, അതായത് നിങ്ങളുടെ പഠനത്തിന്റെ രീതി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് കൂടി ഇന്നത്തെ ക്ലാസ്സിൽ, നാളെ മുതൽ കൃത്യമായിട്ട് ഇതിന്റെ ഓരോ ടോപ്പിക്കുകൾ വരും. ആ ടോപ്പിക്കിൽ ജസ്റ്റ് ഒരു, നിങ്ങൾക്കറിയാം, നമുക്കൊരു 50 ഡേ ഫ്രീ ലൈവ് എന്ന് പറഞ്ഞാൽ കാറ്റഗറി 1ഉം 2ഉം 3ഉം ഒക്കെ നമുക്ക് കവർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു ടോപ്പിക്ക് പറഞ്ഞു തീർക്കുന്നതിനപ്പുറം നിങ്ങൾ എങ്ങനെയാണ് നെക്സ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്, നിങ്ങൾ എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഞാൻ ആദ്യം ഒരു ആക്ടിവിറ്റിയാണ്. നിങ്ങളൊക്കെ ആദ്യമായിട്ട് കേട്ടിട്ട് എഴുതുന്നവരാണെങ്കിൽ ഫസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. ഇനി രണ്ടാമത്തെ തവണയാണെങ്കിൽ സെക്കൻഡ്. ഇനി രണ്ടിലധികമാണ്, രണ്ടിലധികം ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ടൈപ്പ് ചെയ്തോളൂ. ഇപ്പൊ ഒന്ന് ആക്റ്റീവ് ആവുക. നമ്മളെ ക്ലാസ്സുകൾ ഒന്ന് ആക്റ്റീവ് ആവുമ്പോൾ മാത്രമേ, ജസ്റ്റ് ഒരു പാസീവായിട്ട് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഈ 1 മണിക്കൂർ വെറുതെ ആയി പോകും. അപ്പൊ ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞ് നമുക്ക് പറയാൻ പറ്റുമല്ലോ. ജസ്റ്റ് ഒന്ന് ചെയ്തോളൂ. നിങ്ങൾ അതിന്റെ കൂടെ തന്നെ, അതെ, സെക്കൻഡ് ടൈം അങ്ങനെ ഓരോരുത്തരും ചെയ്തോളൂ. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാല്, നമ്മള് നമ്മളെ കുറിച്ച് ഇതൊരു ഡിസ്കഷൻ, ഒരു ക്ലാസ് മുറി പോലെ തന്നെ നിങ്ങൾ കണ്ടാൽ മതി. ഓൺലൈനായിട്ട് പഠിക്കുമ്പോൾ ചില ആളുകളൊക്കെ ഓഫ്ലൈൻ പ്രിഫർ ചെയ്യാറുണ്ട്. ഓൺലൈനായി പഠിക്കുമ്പോൾ അത് അല്ലെ, ഒരു പ്രയാസം പറയുമല്ലേ. ഇപ്പൊ രണ്ടുപേരെ, അതെ, ഫസ്റ്റ് പിന്നെ സെക്കൻഡ് ഉള്ളവരുണ്ട്. എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യും. വെറുതെ നിങ്ങൾ ആരെയും അറിയൊന്നുമില്ല. നിങ്ങൾ ഐഡിയ ഒന്നും നോക്കണ്ട. രണ്ടുപേര് ചെയ്തു. ബാക്കിയുള്ളവരൊക്കെ ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ രണ്ടുപേരിട്ടല്ലോ. ഫസ്റ്റ് ആയ ആളുകളൊക്കെ ഉണ്ട്. എന്തിനാ അറിയാം ഞാൻ ഇത് ഇടാൻ പറയുന്നത്? ആദ്യമായിട്ട് എഴുതുന്ന ആളുകളെ സംബന്ധിച്ച്
എങ്ങനെയാണ് ഇതിന്റെ ഒരു സിലബസ്, രണ്ടാമത് എഴുതുന്നവർക്ക് കുറച്ചൊരു ഐഡിയ ഉണ്ടാവും. ആദ്യമായിട്ട് എഴുതുന്നവരാണെങ്കിൽ ഇതിന്റെ ഒരു സിലബസ് ഇപ്പോ കാറ്റഗറി 1, 2, ഇന്ന് നമ്മൾ സൈക്കോളജി കാറ്റഗറി 1, 2 ആണ് പറയുന്നത്. നിങ്ങൾക്ക് 3യുടെ സൈക്കോളജി മറ്റൊരു ദിവസം കിട്ടും. അത് ഇംഗ്ലീഷിലും ആയിരിക്കും. അഡോളസൻ സൈക്കോളജി ആയതുകൊണ്ട് നമുക്ക് അത് 3 മറ്റൊരു ദിവസം ഡിസ്കസ് ചെയ്യാം. ഞാനല്ല, മറ്റൊരു ടീച്ചർ ആയിരിക്കും. ഫസ്റ്റ് കാറ്റഗറി എന്തായാലും DLED എടുക്കുന്ന ആളുകൾ 1, 2 എഴുതും. അതുപോലെ B.Ed ചെയ്യുന്ന ആളുകൾ 2 എഴുതുമല്ലോ. സോ നിങ്ങൾക്കൊക്കെ ഈ ഒരു കാര്യം വളരെ ഉപകാരപ്പെടും. അതായത് നമ്മൾ കേട്ട എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം സിലബസ് മനസ്സിലാക്കുക. ഞാൻ ആദ്യം പറഞ്ഞുതരാം. നമ്മളെ പഠനം എങ്ങനെ പോകണം എന്ന് പറഞ്ഞാൽ സിലബസ് മനസ്സിലാക്കി പോകണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇത് പോയിന്റുകളൊക്കെ ഇപ്പൊ നമ്മൾ എടുത്ത ആളുകളോടും പറയാനുള്ളത്, നിങ്ങൾ സിലബസ് ഇടക്കിടക്ക് നോക്കണം. എന്തുകൊണ്ട്? നിങ്ങൾ ഈ ഏരിയകളൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ സിലബസ് ഞാൻ ഇന്ന് സൈക്കോളജിയുടെ സിലബസ് ഒന്ന് ഡിസ്കസ് ചെയ്യും. 1ഉം 2ഉം മിക്സ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മളിപ്പോ ഇതിന്റെ മിക്സ് ചെയ്ത് പഠിക്കുന്നത്, എങ്ങനെയാണ് ഈ 2 കാറ്റഗറിയിലും ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം 30 ചോദ്യങ്ങളാണെങ്കിൽ നമുക്ക് 30 അല്ലെങ്കിൽ ഒരു 25 മുകളിൽ നിർബന്ധമായിട്ട് നിങ്ങൾ നേടണം. ഒരിക്കലും ഞാൻ 20ഓ 15ഓ എന്നുള്ള ലെവലിലേക്ക് ഒരിക്കലും പാടില്ല. എക്സാമിന് നമുക്കറിയാം 150 ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും അറിയാം അല്ലെ? ആ രീതിയിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. 150 ക്വസ്റ്റ്യൻസിൽ നമുക്ക് 90 മാർക്ക് അല്ലെ? ജനറൽ പറയുകയാണെങ്കിൽ 90 മാർക്ക്. ഇനി നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ 90 എന്നുള്ളത് മനസ്സിൽ കുറിച്ച് വെക്കുക. കാരണം ഇതിൽ നമുക്ക് വരുന്ന ആദ്യത്തെ 30 മാർക്ക് സൈക്കോളജിയാണ്. നമ്മൾ എത്ര പഠിച്ചാലും നമുക്ക് അല്ലെ ഒരു 25 സ്കോർ ചെയ്താൽ മാത്രം ബാക്കിയുള്ളത് മറ്റുള്ള ടോപ്പിക്കിൽ നിന്ന് സ്കോർ ചെയ്യണം. ലാംഗ്വേജ് ഇംഗ്ലീഷും മലയാളമൊക്കെ വരികയാണെങ്കിൽ അതിൻ്റേത് നമ്മൾ സ്കോർ ചെയ്യണം. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ സബ്ജക്റ്റ് ഇപ്പോൾ നമ്മൾ കാറ്റഗറി 1 ആണെങ്കിൽ മാത്സ് നോക്കണം. അതുപോലെ തന്നെ EVS നോക്കണം. 2 ആണെങ്കിൽ അതിൽ നമുക്ക് സോഷ്യലുകാർക്ക് 60 മാർക്ക് സോഷ്യൽ. ഇനി സയൻസുകാരാണ്, അവർക്ക് മാത്സും സയൻസും ഉണ്ട്. അപ്പൊ ഈ രീതിയിലാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരിക. അപ്പൊ ഈ സൈക്കോളജിയിൽ നിർബന്ധമായിട്ടും ഒരു 25 മുകളിൽ നേടാൻ നമുക്ക് സാധിക്കണം. 30 തന്നെ ചില ആളുകൾക്ക് 30 കിട്ടും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ. പിന്നെ നിങ്ങൾ ചോദിക്കും, ഇതിന് 90 മാർക്ക് കിട്ടിയാൽ പോരെ? 90 മാർക്ക് കിട്ടിയാൽ പോരെ, ബാക്കി എന്തിനാണ് അല്ലെ? ഇതിന് മറ്റൊരു ഉപകാരം, ഞാനൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുകയും ഇപ്പോൾ റാങ്ക് ലിസ്റ്റിലൊക്കെ വന്ന ആളാണ്. എന്നെ സംബന്ധിച്ച് നമ്മുടെ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുക. ഈ എക്സ്പീരിയൻസ് പറഞ്ഞാൽ നിങ്ങളുടെ ഇപ്പൊ ആദ്യമായിട്ട് എഴുതുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത്, ഇത് നിങ്ങളുടെ ജേണിയുടെ ആദ്യത്തെ അല്ലെ? ഇപ്പൊ സെക്കൻഡ് ഇയറുകാരുണ്ടാവും, സെക്കൻഡ് ഇയർ കഴിഞ്ഞവരുണ്ടാവും അല്ലെ? അങ്ങനെയൊക്കെയുള്ള ആളുകളോട് പറയാനുള്ളത്, ഈ കാറ്ററ്റ് എക്സാം നിങ്ങൾക്ക് നിങ്ങളുടെ കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ കരിയറിലുള്ള ഫസ്റ്റ് ചവിട്ടുപടിയാണ്. എന്ന് പറഞ്ഞാല് അടുത്ത LP UP എക്സാം വരാൻ പോവാണ്. LP UP എക്സാം വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എഴുതിയിട്ടുണ്ട്, റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ജില്ലയിൽ നല്ല റാങ്ക് ആയിരുന്നു. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഇനി വരുന്ന ഒരു 10th ലെവലാണെങ്കിൽ +2 ലെവലാണെങ്കിൽ ഈ എക്സാമുകൾക്കൊക്കെ വലിയൊരു ചവിട്ടുപടിയാണ് ഇത്. കാരണം SCERT ആണ് നിങ്ങൾ ഇതിൽ കവർ ചെയ്യുന്നത്. SCERT അല്ലെ? ഒരു ഭാഗം നിങ്ങൾ ഇതിലൂടെ കവർ ചെയ്യുന്നുണ്ട്. ഈ SCERTന്റെ പ്രത്യേകത, ഞങ്ങളൊക്കെ ഇപ്പൊ നമ്മളെ ജൂബിലിസ് ഒക്കെ കോച്ചിങ് കൊടുക്കുമ്പോൾ പുതിയ ന്യൂ SCERT കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ന്യൂ SCERTന്റെ പ്രത്യേക കാരണം പഴയ സിലബസ് നിങ്ങൾ എടുത്തു നോക്കൂ. അതിന്റെ ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അതായത് ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ അനാലിസിസ് ചെയ്യും. ഓരോ എക്സാം കഴിയുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത് എന്ന് അനാലിസിസ് ചെയ്യും. ഈ ക്വസ്റ്റ്യൻസ് കറക്റ്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത് പഴയ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന്, ഇപ്പൊ കഴിഞ്ഞ ദിവസം ചില ടീച്ചേഴ്സ് ഒക്കെ വിളിച്ചു, സാറേ ക്വസ്റ്റ്യൻസ് പഴയ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണല്ലോ. ഞാൻ കറക്റ്റ് കാണിച്ചു. അതായത് പഴയ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നമ്മുടെ എക്സാമിന് വന്നിട്ടുള്ളത്. അപ്പോൾ പഴയ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരും. ഇത്രയും ഭാഗങ്ങൾ, ഇപ്പൊ ഈ സിലബസ്, ഇത്രയും വിശാലമായ സിലബസ് നമ്മൾ എങ്ങനെ പഠിച്ചെടുക്കും? അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല്, നമ്മൾ റിസൾട്ട് വരാൻ വൈകി എന്നൊക്കെ പറയും, പക്ഷെ കറക്റ്റ് ഒരു വർഷത്തില് ജൂണിൽ എക്സാം വിളിക്കുന്നു, അതുപോലെ തന്നെ ഡിസംബറിൽ എക്സാം വിളിക്കുന്നു. അങ്ങനെ തന്നെയാണ്. അപ്പോൾ ജൂൺ ആവുന്നതിന് മുമ്പ് കഴിഞ്ഞ എക്സാമിന്റെ റിസൾട്ട് വന്നു. അടുത്ത ജൂണിൽ വിളിച്ച ജൂലൈ, ഓഗസ്റ്റ് 50 ദിവസം നിങ്ങൾ മാക്സിമം നോക്കിക്കോളൂ. ഞാൻ വാക്ക് തരുന്നു, അടുത്ത നോട്ടിഫിക്കേഷൻ വിളിച്ചാൽ ഒരു 50 ദിവസമാണ് നിങ്ങൾക്ക് കിട്ടുക.
ഈ 50 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഇത് പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വർക്കിന് പോകുന്നവരായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ സെക്കൻഡ് ഇയർകാരൊക്കെ പഠിക്കുന്നവരായിരിക്കും. നിങ്ങൾക്ക് സ്കൂളിൽ ഒരുപാട് വർക്കുകളല്ലേ സെക്കൻഡ് ഇയറിൽ. ആ വർക്കുകൾക്കിടയിൽ നിങ്ങൾക്ക് ഇത് ചെയ്യണമെങ്കിൽ കുറച്ച് അധ്വാനം വേണ്ടി വരും. അതേ സമയത്ത് നേരത്തെ PSC എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് അത്ര ബുദ്ധിമുട്ടായി തോന്നില്ല. പക്ഷെ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ഒരു ഭയങ്കര ടെൻഷൻ അടിക്കും ആ ഒരു സമയത്ത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ടീച്ചറൊക്കെ വിളിച്ച് പറഞ്ഞ ഒരു സങ്കടം വെച്ചാല് കുറഞ്ഞ മാർക്കിന് പോയി എന്ന് പറയുമ്പോൾ നമുക്ക് ഇനിയിപ്പോ അടുത്ത LPUPക്ക് വരാൻ പോകുന്നത് ഒരൊറ്റ കാറ്ററ്റ് എക്സാം. ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇതൊക്കെ മനസ്സിൽ കണ്ട് സിലബസ് ആദ്യമായിട്ട് മനസ്സിലാക്കാം. ഇതൊരു ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തത് സിലബസ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഫസ്റ്റ് വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. അത് നമ്മൾ പതിയെയാണ് മനസ്സിലാക്കുക. പക്ഷെ സിലബസിനെ കുറിച്ച് ഐഡിയ വേണം. രണ്ടാമത്തത് മുൻ വർഷ ചോദ്യങ്ങൾ പരിശീലിക്കുക. കേട്ടറ്റിന്റെ സംബന്ധിച്ച് അത് വലിയൊരു സ്ട്രാറ്റജിയാണ്. നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കാൻ, നേരത്തെ തുടങ്ങുമ്പോൾ നേരത്തെ നമുക്കിത് പരിശീലിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മളെ എന്താ പറയാ PYQസിന്റെ ഈ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ പരിശീലിച്ചാൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അപ്ലിക്കേഷൻ ലെവൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഈ PYQs ഒക്കെ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. മൂന്നാമത്തതാണ് നമ്മൾ PYQs മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ബേസ് ക്ലിയർ ചെയ്യുക. ബേസ് ക്ലിയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെ പഠനത്തിന്റെ സ്ട്രാറ്റജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിയ ശേഷം നമ്മൾ ഏത് റിസോഴ്സ് ഉപയോഗിച്ചാണ് പഠിക്കുന്നത്, അവിടെയാണ് നമ്മുടെ റിസോഴ്സിന്റെ ഇമ്പോർട്ടൻറ്റ്. റിസോഴ്സ് നിങ്ങൾ എന്താണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾ എന്ത് പുസ്തകമാണ് നമ്മുടെ ഷോപ്പിൽ പോയിട്ട് ഒരു കേട്ടറ്റ് എക്സാമിന്റെ പുസ്തകം വേണമെന്ന് പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പബ്ലിക്കേഷൻസ് പുസ്തകം. അതിൽ A to Z PSCയുടെ A to Z കാര്യങ്ങൾ അതിൽ കൊടുക്കും അല്ലെ, വർഷങ്ങൾ, ഡേയ്സ്. നിങ്ങൾ ഈ പുസ്തകം ഇത്ര ദിവസത്തിനുള്ളിൽ എങ്ങനെ വായിച്ചു തീരും? അതൊരു അസാധ്യമായ കാര്യമാണ്. അപ്പൊ ആണ് നമ്മുടെ സോഴ്സ് മനസ്സിലാക്കുക, കൃത്യമായ സ്റ്റഡി മെറ്റീരിയൽസിലേക്ക് നമുക്ക് പോകാൻ പറ്റാം. കാരണം ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് കണ്ടാൽ നമുക്ക് എവിടെ നിന്ന് ആ ക്വസ്റ്റ്യൻസ് വന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതിൽ നമ്മുടെ സൈക്കോളജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ DLEDന്റെ ക്വസ്റ്റ്യൻ അല്ലെ, DLED B.Ed നിങ്ങൾ B.Ed പഠിച്ചവരായിരിക്കും. പക്ഷേ DLEDന്റെ നമ്മുടെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട, അതായത് അതിൽ ചൈൽഡ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടതുണ്ട്, അതുപോലെ തന്നെ ലേണിങ്ങുമായി ബന്ധപ്പെട്ട 2 പാർട്ടുകളുണ്ട്. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കവർ ചെയ്യേണ്ട ഒരു ഏരിയ. ഞാൻ അതൊക്കെ കാണിച്ചു തരാം. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ മോഡൽ PYQ നമ്മുടെ മുൻവർഷ ചോദ്യങ്ങൾ അത് എന്താണ് എക്സാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇതിന്റെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നു, പരിശീലനം, മോക്ക് ടെസ്റ്റുകൾ. ഇപ്പൊ നിങ്ങൾക്കറിയാം നമുക്ക് സൈക്കോളജി അല്ല, സയൻസ്, ഇപ്പൊ കാറ്റഗറി 2 സയൻസ്, അതുപോലെ തന്നെ മാത്സ് അല്ലെ 1ലാണെങ്കിലും ഇതുണ്ടല്ലോ, ഇത് നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം, കുറെ മോഡല്. പിന്നെ അടുത്ത LPUP എഴുതുന്നവരൊന്ന് ടൈപ്പ് ചെയ്യോ, അടുത്ത LPUP എന്തായാലും എഴുതണം, നല്ല മാർക്ക് വാങ്ങണം എന്നൊക്കെ ഉള്ള, മാർക്ക് വാങ്ങണം എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. LPUP അതിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യോ. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മുടെ അടുത്ത് അതെ ആദ്യം ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? ഇടക്ക് നമുക്കൊരു ഒരു ഇന്റർവെൽ പോലെ. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാൻ പറ്റുന്നില്ലേ? ജസ്റ്റ് LPUP എക്സാം എഴുതുന്നവർ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹിക്കുന്നവരൊന്ന് ടൈപ്പ് യെസ് ഓർ നോ. യെസ്, വളരെ ആക്റ്റീവായിട്ട്. കാരണം നിങ്ങൾ ഇപ്പം ഇവിടെ ടൈപ്പ് ചെയ്താലാണ് അതിനുള്ള തയ്യാറെടുപ്പ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ നിങ്ങൾ മടിക്കരുത്. ഞാനൊരു കോമ്പറ്റീറ്റീവ് എക്സാം എഴുതിയ ആളാണ്, ഒന്നല്ല ഒരുപാട് കോമ്പറ്റീറ്റീവ്. നാളെ ഇപ്പോൾ നമ്മളെ യൂണിവേഴ്സിറ്റി ലെവൽ എക്സാം ഒക്കെ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് വളരെ, മാത്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് അറിയുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷെ ഇതിന്റെ ഈ പഠനത്തിന്റെ കാലയളവിൽ ഇപ്പോൾ എളുപ്പമുള്ളൊരു സബ്ജക്റ്റ്, കാരണം അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അപ്ലൈ ചെയ്താൽ മതിയല്ലോ. അപ്പൊ ഈ ഒരു രീതിയിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചുവടുവെപ്പ് കേട്ടറ്റ് എക്സാമിന്റെ കൂടെ നിങ്ങളുടെ മനസ്സിൽ അതുകൂടി ഉണ്ടാവണം അല്ലെ. കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിക്കുരുവോളം കിട്ടുന്ന ആ ആഗ്രഹം ഒരിക്കലും നിങ്ങൾ ആഗ്രഹം മനസ്സിൽ വെച്ചാൽ പോരാ, അത് പുറത്തേക്ക് കൊണ്ടുവരിക. അതിലേക്കുള്ള സ്റ്റാർട്ടിങ് ആയിട്ട് ഇത് എടുക്കുക.
സോ നമുക്ക് പോവാം. ഞാൻ എന്ത് ചെയ്യുന്നു, സൈക്കോളജിയിൽ സിലബസിനെ കുറിച്ച് പറയാണ്. സിലബസ് നമ്മൾ സാധാരണ ഇൻട്രൊഡക്ഷനിൽ സിലബസ് പറയാറുണ്ട്, പക്ഷെ ഇത് വെറുതെ പറയല്ല. എങ്ങനെയാണ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നതെന്നും കൂടി നമുക്ക് നോക്കണം. ഫസ്റ്റ് കാറ്റഗറി 1ഉം 2ഉം നമുക്ക് ഒന്ന് മിക്സ് ആക്കാം. സാധാരണ 1 പിന്നെ 2 അങ്ങനെയൊക്കെ നിങ്ങൾ പഠിക്കാം. ഞാൻ അതൊന്ന് ക്ലബ് ചെയ്യാണ്. ക്ലബ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുക, ഞാൻ കാറ്റഗറി 1ന്റെ PYQ നോക്കിയാൽ പോരെ, നിങ്ങൾ അത് മാത്രം നോക്കാൻ ശ്രമിക്കും. അപ്പോൾ ചില ആളുകൾ 2 ആണ് 2 മാത്രം നോക്കും. പക്ഷെ അങ്ങനെയല്ല നോക്കേണ്ടത്, രണ്ടും നിങ്ങൾ നോക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 2 സിലബസും നിങ്ങൾക്ക് തരുന്നത്. ഫസ്റ്റ് നിങ്ങൾ നോക്കൂ, ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ലേണിംഗ്. വളരെ ഇമ്പോർട്ടൻറ്റ്. ഈ ടോപ്പിക്കിന്റെ ഹെഡിങ് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ചൈൽഡ് ഡെവലപ്മെന്റ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡെവലപ്മെന്റ്. നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് അല്ലേ, ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യം. അതിൽ നിന്ന് കൃത്യമായ ചോദ്യങ്ങൾ വരാറുണ്ട്. ഇതിൽ കാറ്റഗറി 1 ആണെങ്കിൽ മെത്തേഡ്സ് ഓഫ് സ്റ്റഡിങ് ചൈൽഡ് ബിഹേവിയർ, ഒബ്സർവേഷൻ, കേസ് സ്റ്റഡി, ഇന്റർവ്യൂ, അതുപോലെ ഒരുപാട് സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ, ഇത് നമ്മൾ പഠിച്ചു വെക്കുന്നതായിരിക്കും. അപ്പൊ ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഏരിയ ആണ്, ഒന്നും ഒഴിവാക്കാനില്ലാത്ത ഒരു ഭാഗമാണ് കേട്ടോ. രണ്ടാമത്തത് കൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് അല്ലെ, ഡെവലപ്മെന്റിന്റെ കൺസെപ്റ്റ്. ഈ ഡെവലപ്മെന്റ് നമ്മൾ ഫസ്റ്റ് പഠിച്ചു തുടങ്ങുന്ന സെഫാലോ കൗഡലും അല്ലെ, പ്രോക്സിമോ ഡിജിറ്റലൊക്കെ പഠിക്കാറില്ലേ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ ഈ ബേസിക് കൺസെപ്റ്റിൽ നിന്ന് നിങ്ങൾ തുടങ്ങുക. അതുപോലെ തന്നെ അതിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, എന്താണ് ഗ്രോത്ത്, എന്താണ് ഡെവലപ്മെന്റ്, ഡെവലപ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ്, അതൊക്കെ ബേസിക് കൺസെപ്റ്റുകൾ അറിഞ്ഞിരിക്കുക അല്ലെ. അത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഫ്രം അല്ലെ ബേർത്തിന്റെ മുന്നേ തന്നെ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, അണ്ടിൽ ഡെത്ത്, മരണം വരെ അത് കണ്ടിന്യൂ ചെയ്യുന്നു. അതേ സമയത്ത് ഗ്രോത്ത് എന്താ. ഈ ചില സമയത്ത് കേട്ടറ്റ് എക്സാമിനെ സംബന്ധിച്ച് മറ്റൊരു പ്രത്യേകത, ചില സമയത്ത് ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി ടഫായിട്ട് ചോദിക്കും, ചില സമയത്ത് വളരെ സിമ്പിൾ ചോദ്യങ്ങളാണ്. പക്ഷെ ഇത് രണ്ടും എഴുതാൻ പറ്റുന്നത്, കൺസെപ്റ്റ് മനസ്സിലാക്കിയ രണ്ടും എഴുതാൻ പറ്റും അല്ലെ. എലിമിനേഷൻ ടെക്നിക്ക് എന്ന് പറയാം. 4 ഓപ്ഷൻ തന്നാൽ നിങ്ങൾക്ക് അതിൽ 3 ഓപ്ഷൻസ്, ചിലപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കിയാൽ കറക്റ്റ് ആൻസറിലേക്ക് എത്താം. ഇതെങ്ങനെയാണ് സാധിക്കുന്നത് വെച്ചാൽ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കുന്നുണ്ടാ. ഇപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ മനസ്സിലേക്ക് വരുന്ന ആ ഒരു കൺസെപ്റ്റ്, അതാണ് നിങ്ങൾക്ക് കാറ്ററ്റ് എക്സാമിന് വളരെ ഉപകാരപ്പെടുക. ഈ സാധനമൊക്കെ നിങ്ങൾക്ക് LP UP എക്സാമിന് ഉപകാരപ്പെടും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, LP UPയുടെ ഒരു ബേസിക് സ്റ്റെപ്പ് കൂടിയാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ നല്ല കോമ്പറ്റീഷൻ നടക്കുകയാണ്, ഇവിടെ നമുക്ക് നിശ്ചിത മാർക്ക് വാങ്ങിയാൽ മതി. അതേ സമയത്ത് LP UPക്ക് ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് എത്തണം, നല്ലൊരു സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് അതുകൂടി അറിഞ്ഞിരിക്കുക. രണ്ടാമത്തത് ഇൻഫ്ലുവൻസ് ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ് ഓൺ ഹ്യൂമൻ ഡെവലപ്മെന്റ്. ഇത് നമുക്കറിയാം, ഇതൊക്കെ DLEDന്റെ പുസ്തകത്തിലുള്ളതാട്ടോ, നമ്മൾ പഠിക്കുന്നുണ്ട്. അത് ഈ കറക്റ്റ് കൺസെപ്റ്റുകൾ അവിടെ അതിൽ പറയുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് ഡെവലപ്മെന്റ് കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് എങ്ങോട്ട് വരുന്നു, ലേണിങ്ങിലേക്ക് വരുന്നു. ഓക്കെ, ലേണിങ് ഡെവലപ്മെന്റിൽ തന്നെ ഓരോരുത്തരെയും ഡെവലപ്മെന്റ് തിയറീസ് പറയാനുണ്ട് കേട്ടോ. ഡെവലപ്മെന്റിന്റെ ഓരോ തിയറീസ് അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. പല ഡയമെൻഷൻസ്, ഡെവലപ്മെന്റിന്റെ ഓരോ ഡയമെൻഷൻസ്. ഇപ്പൊ അതുപോലെ ഫിസിക്കൽ അല്ലെ ഡെവലപ്മെന്റ് നമുക്കറിയാലോ, ശിശു, ബാല്യം അല്ലെ, ശൈശവം, ചൈൽഡ്ഹുഡ്, ശൈശവം, ബാല്യം, കൗമാരം അല്ലെ, ആദ്യ ബാല്യം, അന്ത്യബാല്യം. ഇതൊക്കെ ചോദിക്കാറുണ്ട്. അന്ത്യബാല്യത്തിലുള്ള പ്രത്യേകതകൾ, ആദ്യ ബാല്യത്തിലുള്ള പ്രത്യേകതകൾ ഒക്കെ ഡെവലപ്മെന്റിൽ വരുന്നതാണ്. രണ്ടാമത്തെ നമ്മൾ ലേണിങ്ങിലേക്ക് പോകുമ്പോൾ അവിടെ ലേണിംഗ് തിയറികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ. നമുക്കറിയാം പാവ്ലോവിന്റെ കണ്ടീഷനിങ് അല്ലെ, ഓപ്പറന്റ്, അതുപോലെ ഓപ്പറന്റ് കണ്ടീഷൻ, സ്കിന്നർ, ഈ ഒരു ഏരിയ. അതുപോലെ ഇൻസൈറ്റ് ലേണിംഗ്, ജസ്റ്റാൾട്ട് തിയറി വരുന്ന ചോദ്യമാണ്, എല്ലാ പ്രാവശ്യവും ഇതിൽ നിന്ന് വരും. പിന്നെ കൊഗ്നിറ്റീവ് ലേണിംഗ് തിയറി, പിയാഷെ, ബ്രൂണർ, വൈഗോട്സ്കി, ഇവരുടെ കൺസെപ്റ്റുകളൊക്കെ ചോദിക്കും. പിന്നെ വരുന്നത് ഈ ലേണിംഗ് തിയറിയിൽ റിലേഷൻ ബിറ്റ്വീൻ ഡെവലപ്മെന്റ് ആൻഡ് ലേണിംഗ്, ലേണർ റെഡിനെസ് ഓഫ് മെച്ചുറേഷൻ അല്ലെ. ഇങ്ങനെയുള്ള ഈ ലേണിങ്ങും അതുപോലെ തന്നെ ഡെവലപ്മെന്റുമായി ബന്ധങ്ങൾ, ഇത് നമുക്ക് ആ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പിന്നെ പിയാഷെ, കോൾബർഗ്, വൈഗോട്സ്കി, ഇവരുടെ കൺസ്ട്രക്ട്സ് ആൻഡ് ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ്സ്, അത് ഇവരുടെ മറ്റുള്ള ഒരുപാട് നമുക്കറിയാം. പിയാഷയുടെ ഒരുപാട് കൺസെപ്റ്റുകൾ നമ്മൾ പറയുന്നുണ്ടല്ലോ, ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടതും അതുപോലെ ലേണിങ്ങുമായി ബന്ധപ്പെട്ട. അപ്പോൾ ശരിക്ക് സിലബസ് എടുക്കുമ്പോൾ കുറേ സിലബസ് ആയി തോന്നും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ DLEDനും BEdനും പിയാഷയെ കുറിച്ച് എന്ത് പഠിച്ചു, അതാണ്.
അല്ലാതെ സിലബസ് നോക്കിയാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ആ സിലബസ് വായിച്ച് മനസ്സിലാക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് സിലബസ് നോക്കിയിട്ട് ഇത് പറയുന്നത് പിയാഷയെ കുറിച്ചാണ്, പിയാഷയുടെ കൺസെപ്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. സോ മുകളിലും അത് പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ കൺസെപ്റ്റ് ഓഫ് ചൈൽഡ് സെന്റേർഡ് ആൻഡ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ, ആക്ടിവിറ്റി ബേസ്ഡ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്, പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്. ഇത് നമ്മൾ മൊത്തത്തിൽ സമഗ്രമായിട്ട് ഇത് പഠിക്കുന്നുണ്ട്. പ്രോബ്ലം സോൾവിങ്, അതിന്റെ സ്റ്റെപ്സുകൾ, അങ്ങനെ ഈ പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ, ആ കൺസെപ്റ്റുകൾ കൊണ്ടുവന്ന ആളുകളെ കുറിച്ച് അതൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ ഇപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ചില ചോദ്യങ്ങൾ ചിലപ്പോൾ ദാർശനികന്മാരെ ചോദിക്കും, വിദ്യാഭ്യാസ ചിന്തകരെ കുറിച്ചും ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ അതും നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം. പിന്നെ ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ്സ് ഓഫ് കൺസ്ട്രക്ട് ഓഫ് ഇന്റലിജൻസ്. ഇനി സിലബസിൽ ഈ ഒരു ഏരിയയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാ പ്രാവശ്യവും വരാറുണ്ട് ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട്. അപ്പൊ കാറ്റഗറി 1-ലും 2-ലും ഇന്റലിജൻസ് ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഇപ്പൊ ഇന്റലിജൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് ഹവാർഡ് ഗാർഡനർ ഓർമ്മ വരണം. അപ്പൊ നിങ്ങളിപ്പോ പഠനം സ്റ്റാർട്ട് ചെയ്ത ആളുകളില്ലേ, അപ്പൊ ഇന്റലിജൻസിൽ ഹവാർഡ് ഗാർഡനറെ നിങ്ങൾ ഇപ്പൊ ഒന്ന് ഓർത്തിരിക്കും, അത് കറക്റ്റ് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നുണ്ടോന്ന്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. പിന്നെ എന്ത് ചെയ്യും, മറ്റുള്ള സ്പിയർമാന്റെ കൺസെപ്റ്റ് ചോദിക്കും, ഇന്റലിജൻസ് തിയറി ചോദിക്കും കുറച്ചുകൂടി. പിന്നെ ട്രയാർക്കിക് തിയറികള്, ഫ്ലൂയിഡ് അല്ലെ, ഇന്റലിജൻസ്, അങ്ങനെയുള്ള ഏരിയകളിലേക്ക് വരും. പക്ഷെ ഇതില്ലേ നിങ്ങൾ LP UP എക്സാമിനേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി ഉള്ളിലേക്ക് ചോദിക്കും. ഇന്റലിജൻസിന്റെ നമുക്ക് കാഡറ്റ് എക്സാമിനെ സംബന്ധിച്ച് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒരു നിശ്ചിത ഏരിയയിൽ നിന്ന് ചോദിക്കും, ഞാൻ പറയാറുണ്ടല്ലോ. അപ്പൊ അത് പഠിച്ചാൽ ഒരു സിമ്പിൾ എക്സാം ആണെങ്കിൽ കിട്ടും. ചില സമയത്ത് ടഫ് ആക്കുന്ന സമയത്താണ് ഉള്ളിലേക്ക് വരുന്നത്, ഇന്റലിജൻസിന്റെ പുതിയ ഉള്ളിലേക്കുള്ള തിയറികൾ ചോദിക്കാറുള്ളത്. മറ്റേത് 2 ഫാക്ടർ തിയറിയും മൾട്ടിപ്പിൾ ഇന്റലിജൻസിലും ഒതുങ്ങും. ചില സമയത്ത് എന്ത് ചെയ്യും, കുറച്ചുകൂടി ഉള്ളിലേക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. ക്ലിയർ അല്ലേ? ഇനി അതുപോലെ തന്നെ വരുന്നതാണ് ലാംഗ്വേജ് ആൻഡ് തോട്ട്. ഇവിടെ കണ്ടോ, പിയാഷെ, ചോംസ്കി, വൈഗോട്സ്കി. ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ പിയാഷയെ കുറിച്ച് പറയുന്നു, ഡെവലപ്മെന്റ് പറയുന്നു, അവിടെ ഭാഷയുടെ വികാസത്തെ കുറിച്ച് പറയും. അപ്പൊ ഈ വികാസത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യാം, ആ സമയത്ത് പിയാഷയെ കുറിച്ച് നോക്കുക. ചോംസ്കി നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ, ചോംസ്കിയുടെ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ്? പ്രിയപ്പെട്ട ഇപ്പൊ BEd ഒക്കെ പഠിച്ചവരുണ്ടാവുമല്ലോ, നിങ്ങൾ പഠിച്ച, യെസ് നന്ദന, വെരി ഗുഡ്. ലാഡ് നിങ്ങളെ മനസ്സിലേക്ക്. അപ്പൊ ഒരിക്കലും ഈ ലാഡ് നിങ്ങൾ മറന്നു പോകരുത്. അതിന്റെ ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോംസ്കിയുമായിട്ട് അത്രയും തവണ ചോദിച്ചിട്ടുള്ളത്, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. പക്ഷെ ഇത് നിങ്ങൾ LP UP എക്സാമിന് പോകുന്ന സമയത്താണ് ഇതിന്റെ മലയാളം പഠിക്കേണ്ടി വരിക. അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷും മലയാളവും ഇപ്പൊ പഠിച്ചു പോവുക, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസിന്റെ ഒക്കെ മലയാളം കൂടി പഠിക്കുക, അത് ശ്രമിക്കുക. ഫുൾ അതിന് ഫോക്കസ് ചെയ്യണം എന്നല്ല പറയുന്നത്. ഞാൻ പറഞ്ഞത് അടുത്തൊരു LP UP എക്സാം വരുമ്പോൾ അതിൽ ഫുള്ള് മലയാളമായിരിക്കും. അപ്പോൾ ഈ BEd പഠിച്ചവർക്കുള്ള ഒരു പ്രത്യേകത ഉണ്ട്. സത്യമല്ലേ, നമുക്ക് ഇംഗ്ലീഷിൽ ചോദിച്ചാൽ കിട്ടും, അല്ലെ ഇംഗ്ലീഷ് മതി എന്നുള്ള ഒരു കൺസെപ്റ്റ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കോച്ചിങ് കൊടുക്കുന്ന സമയത്ത് മലയാളത്തിൽ ഇങ്ങനെ പറയുമ്പോൾ ഇവർ പറയും ഞാൻ ഇംഗ്ലീഷിലെ സൈക്കോളജി കണ്ടിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പൊ ഞങ്ങൾ ഇംഗ്ലീഷിലെ സൈക്കോളജി കൂടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ BEdകാർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യൂല, മലയാളത്തിലേക്ക് മാറാൻ പറ്റില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ ഈ റിയാലിറ്റി അംഗീകരിക്കണം, രണ്ടു കൂടി നോക്കുക. പതിയെ മലയാളത്തിലേക്ക് കൂടി നിങ്ങൾ മലയാളത്തിൽ ഒരു ചോദ്യം ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറണം. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ വരുന്നത് ജെൻഡർ ആസ് എ സോഷ്യൽ കൺസ്ട്രക്റ്റ്. ഇവിടെ ഒരു ചോദ്യം ഉണ്ട് ജെൻഡറിനെ കുറിച്ച്. ഈ ജെൻഡർ എന്നുള്ള കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ സിമ്പിൾ ആയ ഒരു ഏരിയ ആണ്. പക്ഷെ നിങ്ങളത് അറിഞ്ഞിരിക്കട്ടോ. ജെൻഡർ ബയാസ്, പിന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസ്, ഈ ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ നന്നായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് ഡിഫറൻസ് ബേസ്ഡ് ഓൺ ഡൈവേഴ്സിറ്റി ഓഫ് ലാംഗ്വേജ്, കാസ്റ്റ്, ജെൻഡർ ആൻഡ് കമ്മ്യൂണിറ്റി. ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇവിടെ എല്ലാം ബാധിക്കും കേട്ടോ. അവരുടെ വ്യക്തിത്വ വ്യത്യാസങ്ങൾ പല രീതിയിലുണ്ടല്ലോ, കുട്ടികളുടെ കഴിവില് അതൊക്കെ ജനറലി കൊടുത്തതാണ്, അത് മറ്റുള്ളതുമായി കണക്റ്റഡ് ആവും. ഇപ്പോൾ ഇന്റലിജൻസിലും അത് വരും, അല്ലെങ്കിൽ മറ്റുള്ള ജെൻഡറിന്റെ വിഷയത്തിൽ ആ കാര്യങ്ങൾ വരും. പിന്നെ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ അസസ്മെന്റ്, ഇതാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു ടോപ്പിക്. അസസ്മെന്റ് ഫോർ ലേണിംഗ് ആൻഡ് അസസ്മെന്റ്. ഇവിടെ അസസ്മെന്റ് ഫോർ ലേണിംഗ്, അതുപോലെ തന്നെ ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് അസസ്മെന്റ് വരും. ഇതിന്റെ മലയാളത്തിലുള്ള കാര്യങ്ങളും നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ
ഇവിടെയുള്ള മറ്റുള്ള അസസ്മെന്റ്, ഇപ്പോ ഡയഗ്നോസ്റ്റിക് അല്ലെ അസസ്മെന്റ്, അതും ചോദിക്കാറുണ്ട്. നിദാന ശോധകം. ഇപ്പൊ ഈ ശോധകം എന്നുള്ള സാധനങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ഇത്തരം കാരണം വെച്ചാൽ നിങ്ങൾ ഒരുപാട് അസസ്മെന്റ് പഠിക്കുന്നുണ്ടാവും. പക്ഷെ കാറ്ററ്റ് എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന അസസ്മെന്റ് ഏതാന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. എന്നാലേ നമുക്ക് എക്സാമിന് നന്നായിട്ട്, നമ്മളെന്തല്ലേ ഇതൊക്കെ എക്സാമിന് മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ അതൊന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ പറയുന്നത് അസസ്മെന്റിൽ ഈ 2 അസസ്മെന്റ്, പിന്നെ വേറുന്നത് അസസ്മെന്റ് ആസ് ലേണിംഗ് അല്ലെ, അസസ്മെന്റ് ഫോർ ലേണിംഗ്, ഓഫ് ലേണിംഗ്, ആസ് ലേണിംഗ്. ഈ 3 കൺസെപ്റ്റ് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നിങ്ങൾ അത് മനസ്സിലാക്കുക, നിങ്ങൾ എക്സാമിന് എത്രത്തോളം പ്രിപ്പയർ ആയിട്ടുണ്ടെന്ന്. ഇത് 3 ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെയാണ് ഡയഗ്നോസ്റ്റിക് വരുന്നത്, അതിന്റെ കൂടെ തന്നെ വരുന്നതാണ്. ഓക്കെ. പിന്നെ നമുക്ക് വരുന്നത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ അല്ലെ. അതിന്റെ ഇത് ഇപ്പോ നമുക്കറിയാം CC ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഇപ്പോ നമുക്ക് എന്താ പറയാ, ഇതുണ്ടാകുമല്ലോ, മറന്നുപോയി, ഞാൻ ഓർത്തിരിക്കുകയാണ് പറയാം. ഈ CCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ അസസ്മെന്റ് ലേണർ അസസിങ് ലേണർ അച്ചീവ്മെന്റ്, ഗ്രേഡിങ്. ഇപ്പൊ ഗ്രേഡിങ്ങുമായ കാര്യങ്ങൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഗ്രേഡിങ് അല്ലെ, നമ്മള് ഇപ്പോ കാറ്റഗറി 1 ആണെങ്കിൽ ഈ നമ്മുടെ സ്കൂളുകളിൽ ഫോളോ ചെയ്യുന്ന ഗ്രേഡിംഗ് സിസ്റ്റം, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും. പിന്നെ പേഴ്സണാലിറ്റി, ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കുറച്ച് ആളുകൾ വേണം, അവരുടെ കുറച്ച് തിയറികൾ ഇപ്പൊ മനസ്സിലേക്ക് വരണം. അവിടെയാണ് നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്ന് ചെക്ക് ചെയ്യുന്നത് അല്ലെ. ആൽപോർട്ട്, അതുപോലെ തന്നെ ട്രൈറ്റ് തിയറീസ്, പിന്നെ നമ്മുടെ മാസ്ലോ അല്ലെ, മാസ്ലോന്റെ മോട്ടിവേഷനിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും, മാസ്ലോന്റെ. അപ്പൊ ഇത്തരം ഈ ആളുകളെ നമ്മളെ മനസ്സിലേക്ക് എപ്പോഴും വരുന്ന ഏരിയ ആണ് ഇതൊക്കെ. ഞാൻ ഇപ്പോൾ ഇന്ന് നിങ്ങളോട് പറയുന്ന, അതായത് ഇതിൽ പറയുന്ന എല്ലാ വേർഡുകളും എക്സാമിന് നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിൽ കാണാൻ പറ്റും. ഞാൻ ചിലപ്പോൾ ആളുകളുടെ പേര് പറയും, ചിലപ്പോൾ കൺസെപ്റ്റ് പറയും. ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. ഈ ഞാൻ പറയുന്ന വാക്കുകളൊക്കെ നിങ്ങൾ കേട്ടിട്ട് എക്സാമിന് പഠിക്കുന്ന സമയത്ത് ഈ സൈക്കോളജിയിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരും. പിന്നെ കൺസെപ്റ്റ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, നമ്മൾ നേരത്തെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് പറഞ്ഞു, പക്ഷെ അത് കുറച്ചും കൂടി ഇൻക്ലൂസീവ് ലേണിംഗിലേക്ക് വരുമ്പോൾ എക്സെപ്ഷണൽ ചിൽഡ്രൻ, അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സെപ്ഷണൽ, ഗിഫ്റ്റഡ് ചിൽഡ്രൻ മുതൽ പല ടൈപ്പ് അല്ലെ കുട്ടികളുണ്ടല്ലോ, അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്, അത്തരം കുട്ടികൾ. അതുപോലെ തന്നെ അഡ്രസ്സിംഗ് ലേണർ ഫ്രം ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഇൻക്ലൂഡിങ് ഡിസഡ്വാൻറ്റേജ്ഡ് ആൻഡ് ഡിപ്രൈവ്ഡ്. ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ഒരു കൺസെപ്റ്റാണ്. ഈ കൺസെപ്റ്റ് പറഞ്ഞാൽ എക്സെപ്ഷണൽ ചിൽഡ്രന്, മെന്റലി റിട്ടാർഡഡ് ചിൽഡ്രന്, അതേപോലെ തന്നെ സ്ലോ ലേണർ എന്നൊക്കെ പറയുന്നില്ലേ. ഇങ്ങനെയുള്ള ഉഷാറായ കുട്ടികളും അതുപോലെ കുറച്ച് സ്ലോ ആയിട്ടുള്ള ആളുകൾ, ഇത്തരം ആളുകളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അതിൽ നിന്നാണ് ഇവിടെ ചോദ്യങ്ങൾ വരുന്നത്. പിന്നെ അഡ്രസ്സിംഗ് ദ ടാലന്റഡ്, ക്രിയേറ്റീവ്, സ്പെഷ്യലി ഏബിൾഡ് ചിൽഡ്രൻ, ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഏരിയയിൽ നിന്ന് 5 ചോദ്യം എന്ന് പറഞ്ഞാൽ നല്ല ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഈ കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കാം. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ലേണിംഗ് ആൻഡ് പെഡഗോജി. ഇപ്പൊ നമ്മൾ നേരത്തെ ലേണിംഗ് തിയറി പറഞ്ഞെങ്കിലും പെഡഗോജിയിൽ നിന്ന് ചോദ്യങ്ങൾ വരും. ലേണിംഗ് ആൻഡ് പെഡഗോജി കണ്ടോ, ഹൗ ചിൽഡ്രൻ തിങ്ക് ആൻഡ് ലേൺ, ഹൗ വൈ അല്ലെ, ആൻഡ് വൈ ചിൽഡ്രൻ ഫെയിൽ ടു അച്ചീവ് സക്സസ് ഇൻ സ്കൂൾ പെർഫോമൻസ്. ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാൽ ഇത് മൊത്തത്തിലാണ്. ഈ ചോദ്യത്തിലൂടെയാണ് നമ്മൾ പഠിക്കുക. ഇപ്പൊ ഡിഫറെന്റ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ലേണിംഗ് ആൻഡ് അച്ചീവ്മെന്റ്. ലേണിങ്ങിനെ, അതാണ് നമ്മുടെ DL-Ed പഠിച്ചവരുണ്ടോ ഇതില്? ഞാൻ പറഞ്ഞു DL-Edന്റെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ഭാഗത്ത് അല്ലെ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിംഗ്, ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിംഗ്, ഈ ഏരിയയിൽ നിന്നാണ് ഈ ചോദ്യങ്ങള്. ഈ ഏരിയയിൽ നിന്ന് അവിടുന്ന് ഓരോന്ന്. ഇപ്പൊ ഇന്റലിജൻസ്, നമ്മൾ നേരത്തെ ഇന്റലിജൻസ് ഡിസ്കസ് ചെയ്തില്ലേ. അപ്പൊ ഇത് ലേണിങ്ങിനെയും ബാധിക്കുന്നുണ്ട്. ഇന്റലിജൻസ് അതിൽ തിയറി മാത്രമല്ല, ഇതിൽ IQ, EQ എന്നൊക്കെ പറയുന്ന കുറെ ഏരിയകൾ ഉണ്ടല്ലോ. ഇമോഷണൽ ഇന്റലിജൻസ്, അതുപോലെ ഇന്റലിജൻസ് കോഷ്യന്റ് എന്നൊക്കെ പറയുന്ന ഈ ഏരിയയിൽ നിന്നൊക്കെ അവിടെ നിന്ന് ചോദ്യം വരാം. പിന്നെ അവിടെ പലതും ഉണ്ട് കേട്ടോ. ക്രിയേറ്റിവിറ്റി അവിടെ ഉള്ള ഒരു ഏരിയ ആണ്. ക്രിയേറ്റിവിറ്റി അങ്ങനെ ലേണിങ്ങിനെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും. പിന്നെ ബേസിക് പ്രോസസ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്, ചിൽഡ്രൻ സ്ട്രാറ്റജീസ് ഓഫ് ലേണിംഗ് അല്ലെ. നമുക്കറിയില്ലേ പലതരം സ്ട്രാറ്റജികൾ. അതേപോലെ ലേണിംഗ് സ്റ്റൈൽ ഉണ്ടാവും. ചില ലേണേഴ്സ് ഓഡിയോ വിഷ്വൽ,
അല്ലെ? അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ? അതൊക്കെ നമ്മൾ ഇവിടെ ഓർത്തിരിക്കാം. പിന്നെ ചൈൽഡ് ആസ് എ പ്രോബ്ലം സോൾവർ, സയന്റിഫിക് ഇൻവെസ്റ്റിഗേറ്റർ. ഇവിടെ കൺസെപ്റ്റ് ഓഫ് നാച്ചർ ഓഫ് ചൈൽഡ്, പിയാഷെ, ബ്രൂണർ, വൈഗോട്സ്കി. ഇത് നമ്മൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ പിയാഷെ, ബ്രൂണർ, വൈഗോട്സ്കിയെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. പിന്നെ നമ്മൾ PYQ-ലൂടെ ഇത് ചെയ്ത് പരിശീലിക്കുകയാണ്. പിന്നെ ആൾട്ടർനേറ്റീവ് കൺസെപ്റ്റ് അല്ലെ, ഇൻ അണ്ടർസ്റ്റാൻഡിങ് ചിൽഡ്രൻസ് എറേഴ്സ് ആസ് സിഗ്നിഫിക്കന്റ് സ്റ്റെപ്പ് ഇൻ ലേണിംഗ് പ്രോസസ്. ഈ ഒരു ഏരിയ ഞാൻ എന്ത് ചെയ്യാറിയോ, അടുത്ത നമ്മുടെ കാറ്റഗറി 2ലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് വന്നിട്ടുള്ളത് സിലബസ് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കി, ഈ കാറ്റഗറി 2 കണ്ടോ, നമ്മൾ ഇപ്പം പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ 2 പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ് സോഷ്യലൈസേഷൻ. ക്ലിയർ ആയോ? സോഷ്യലൈസേഷൻ ഇല്ലെ, കൺസെപ്റ്റ് ഓഫ് സോഷ്യലൈസേഷൻ, സോഷ്യൽ വേൾഡ് ആൻഡ് ചിൽഡ്രൻ, ഫാമിലി, പിയേഴ്സ്, ടീച്ചേഴ്സ് ഇൻ ദ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ, പാറ്റേൺസ് ഓഫ് സോഷ്യൽ അല്ലെ. ഇവിടെയാണ് എറിക്സൺ തിയറി ഓഫ് സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ് നമ്മൾ പഠിക്കുന്നത്. ഇത് കാറ്റഗറി 2ലേക്ക് വരുമ്പോ, പക്ഷെ അതേ സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ എറിക്സണെ നമ്മൾ കാറ്റഗറി 1ലും ചോദിക്കില്ലേ? ചോദിക്കും. അപ്പൊ നമുക്ക് ആ ഒരു സിലബസ് ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ലേണിംഗ് ആൻഡ് ഇതൊക്കെ കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറി 1ലുള്ള പെഡഗോജി ഡിസ്കസ് ചെയ്തത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ അത് 2ന്റെ സിലബസ് എടുത്ത് നോക്കിയാൽ എന്താണ് അവിടെ പറയുന്നത് മനസ്സിലാക്കാം. ഒന്ന് നോക്കൂ, ഐഡന്റിഫിക്കേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ലേണർ നീഡ്സ്. കണ്ടോ, ഇന്റലക്ച്വൽ, ഇമോഷണൽ, സോഷ്യൽ, ക്രിയേറ്റീവ് നീഡ്സ് കാറ്ററിംഗ് ടു ദ ഇൻഡിവിജ്വൽ നീഡ്സ് ഓഫ് ലേണേഴ്സ്. അവിടെയാണ് നമുക്ക് ആ ഒരു ഏരിയ മനസ്സിലാവുന്നത്. ഈ സിലബസ് ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇന്റലക്ച്വൽ, ഇമോഷണൽ, സോഷ്യൽ, ക്രിയേറ്റീവ്, ഇതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഈ ടോപ്പിക് കണ്ടാൽ നമുക്ക് ഓർമ്മ. അടുത്ത കണ്ടോ, പ്രോസസ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്. അതെങ്ങനെയാ? ക്രിയേറ്റിംഗ് ലേണർ സിറ്റുവേഷൻ, ക്രൈറ്റീരിയ ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസ്, ഡിഫറെന്റ് മോഡ്സ് ഓഫ് ലേണിംഗ്, പലതരം ഓരോന്നായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോഷ്യൽ ലേണിംഗ് അല്ലെ, ബന്ധുര കണ്ടോ, ഇതിൽ വിശദീകരിക്കുന്ന ഘടകങ്ങള്, ബന്ധുരയുടെ തിയറി, കോപ്പറേറ്റീവ്, കൊളാബറേറ്റീവ് ലേണിംഗ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, റോൾ ഓഫ് ടീച്ചർ, ഈ ഒരു രീതിയിലേക്ക് പോകുന്നുണ്ട് അല്ലെ. സ്കഫോൾഡിങ് എന്നുള്ള കൺസെപ്റ്റ് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ നമ്മളെ ഇവിടെ റോൾ ഓഫ് ചിൽഡ്രൻ എന്താണ് ഈ സിലബസ് എന്ന് മനസ്സിലാക്കിയത്, അതെങ്ങനെയാണ് എക്സാമിന് വരുന്നത്, ഈ രീതിയിലേക്കാണ് പോകുന്നത്. ഇനി നോക്കൂ, കോഗ്നിറ്റീവ് പ്രോസസ് ആൻഡ് ഇമോഷൻ. ഇതും കണ്ടോ, ലേണിംഗ് ആൻഡ് പെഡഗോജിയിൽ വരുന്നതാ. ഇവിടെ പെർസെപ്ഷൻ, കൺസെപ്റ്റ് ഫോർമേഷൻ, തിങ്കിങ്, ഇമാജിനേഷൻ, റീസണിങ്, ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ്. ഈ പോയിന്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് പലപ്പോഴും വരുന്നുണ്ട്. പ്രോബ്ലം സോൾവിങ്, നിങ്ങൾക്ക് അറിയാം, DLEDന്റെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഈ പ്രോബ്ലം സോൾവിങ്ങുമായി ബന്ധപ്പെട്ട ആ ഏരിയയിൽ നിന്നാണ് ചോദ്യം വരുന്നത്. പിന്നെ മെമ്മറി കണ്ടോ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ മെമ്മറി നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, ഓർമ്മ മറവി അല്ലെ, ഈ ഒരു ഏരിയ. ഇമോഷണൽ ഡെവലപ്മെന്റ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഇമോഷണൽ മെച്യൂരിറ്റി. കണ്ട, ഈ ഇമോഷണൽ ഇന്റലിജൻസ് നമ്മൾ നേരത്തെ ഇപ്പൊ സിലബസ് മൊത്തത്തില് പല രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഇതിൽ നിന്ന് ടോട്ടലി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നാണ്. ടോട്ടലി ഇപ്പൊ ഇതിൽ തന്നെ കണ്ടോ, ലേണിംഗിൽ കൊടുത്ത കാറ്റഗറി 2ല് ലേണിംഗ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിംഗ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, 1ലും 2ലും പഠിക്കേണ്ടത് സെയിം അല്ലേ? ഓക്കെ. പിന്നെ തിയറീസ് ഓഫ് ലേണിംഗ്, ഇവിടെ പാവ്ലോ, തോണ്ടൈക്, സ്കിന്നർ, ഗാഗ്നെ. ഇതാണ്ടോ, ഓരോരുത്തരും പേര് കൊടുത്തു. ഗാഗ്നെ, ഈ ഗാഗ്നെ കണ്ടോ, ഗാഗ്നെ. പിന്നെ ഹയറാർക്കി ഓഫ് ലേണിംഗ്, ഇൻസൈറ്റ്ഫുൾ ലേണിംഗ്, നമ്മൾ നേരത്തെ പറഞ്ഞത്. അവിടെ നമ്മൾ ജസ്റ്റാൾട്ട് തിയറി പറഞ്ഞിരുന്നു, ഇവിടെ കൊഹ്ലറിനെ കൊടുത്തത്. പക്ഷെ ജസ്റ്റാൾട്ട് നമ്മൾ ഇവിടെ പഠിച്ചിരിക്കണം. പിന്നെ കൺസ്ട്രക്റ്റിവിസം, പിയാഷെ കണ്ടോ, ഇവരുടെ പേരിൽ തന്നെ കൺസ്ട്രക്റ്റിവിസം, വൈഗോട്സ്കിന്റെ ഒസബൽ, എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ. ഞാൻ പറഞ്ഞത് ഇവരെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ പേഴ്സണാലിറ്റി, മോട്ടിവേഷൻ സ്പെഷ്യൽ ആയിട്ട് കൊടുത്തു. ഇവിടെ ഇമ്പോർട്ടൻസ് ഓഫ് ലേണിംഗ്, തിയറീസ് ഓഫ് മോട്ടിവേഷൻ, മാസ്ലോ, മക്ലെലൻഡ്, അച്ചീവ്മെന്റ് മോട്ടിവേഷന്റെ കൺസെപ്റ്റ് ഇവിടെ ചോദിക്കുന്നുണ്ട്. ഇവിടെ മാസ്ലോ കണ്ടോ. ഓക്കെ, ഇത് ചിലപ്പോ 1ൽ നമുക്ക് ഹയറാർക്കി ഓഫ് നീഡ്സ് വരും. ഇനി പേഴ്സണാലിറ്റി ആൻഡ് അഡ്ജസ്റ്റ്മെന്റ്, ഇതൊക്കെ ഉണ്ടോ. ഇത് നമ്മൾ നേരത്തെ മറ്റേ സിലബസ് പഠിച്ചപ്പോൾ അതിൽ നമ്മൾ ഈ അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞില്ലായിരുന്നു, പക്ഷെ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. കൺസെപ്റ്റ്, അപ്രോച്ചസ്, ടൈപ്സ്, ട്രെയ്റ്റ്, ഔട്ട്പുട്ട് കണ്ടോ, ഇവരൊക്കെ ചോദിക്കുന്നുണ്ട്. മെഷർമെന്റ് ഓഫ് പേഴ്സണാലിറ്റി, പ്രൊജക്റ്റീവ് ആൻഡ് നോൺ പ്രൊജക്റ്റീവ് ടെക്നിക്ക്, അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം. ഇതിൽ വളരെ ചെറിയൊരു ടോപ്പിക് ആയിട്ടാണ് ഇത് കാണുന്നത്, പക്ഷെ ക്വസ്റ്റ്യൻ വരുന്ന പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ വരുന്ന പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഈ ഏരിയ. ഓക്കെ, ഇതാണ് നിങ്ങൾ സിലബസിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഇത് ഇപ്പം ഈ നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് തരും കേട്ടോ. നമ്മുടെ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ഓപ്ഷൻ തരുന്നുണ്ട്.
അപ്പൊ നിങ്ങൾ ജൂബിൾസ് ലേണിംഗിന്റെ ആപ്ലിക്കേഷന്റെ ലിങ്ക് ഗ്രൂപ്പിൽ ഇട്ടുതരും. നിങ്ങൾ അതിൽ കയറുക. അതിൽ 50 days ഫ്രീ ലൈവ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ ഇന്ന് നമ്മൾ എടുത്ത് നാളെ രാവിലെ അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. പിന്നെ ഓരോ ദിവസവും എടുത്ത് പിറ്റേന്ന് രാവിലെ ആ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ ഈ മെറ്റീരിയൽസ് നിങ്ങൾക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ 15 days പങ്കെടുക്കുമ്പോൾ അതിൽ നിന്ന് അതിൽ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ വേണമല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. കൂടുതൽ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ഇത് മാർക്ക് അറിയുന്നവരൊന്ന് ടൈപ്പ് ചെയ്യേ. ക്വസ്റ്റ്യൻ വായിക്കാൻ പറ്റുന്നില്ലേ? ഒരു സ്കൂളിലെ 6ാം ക്ലാസ്സിലെ ക്ലാസ് അധ്യാപികയായ അഞ്ജലി ടീച്ചർ പറഞ്ഞു, ഈ വർഷം പെൺകുട്ടികൾക്ക് മാത്രമേ ക്ലാസ് ലീഡർ ആവാൻ അവസരമുള്ളൂ. ഇതെന്തിനെ സൂചിപ്പിക്കുന്നു? തെറ്റിയാലും പ്രശ്നമല്ല. ഒന്ന് ആലോചിച്ച് ചെയ്യാം. ഞാൻ നിങ്ങളുടെ ലെവൽ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ ആ രീതിയിലാണ് പോകുന്നത്. നിങ്ങളൊക്കെ പഠിച്ചല്ലേ ഒരു കുട്ടികളെ എങ്ങനെയാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുക. നിങ്ങളുടെ ലെവല് എവിടെ എത്തി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ. എല്ലാരും ചെയ്യും. വളരെ ആവേശത്തോടെ ചെയ്തു അല്ലെ? വെരി ഗുഡ്. നമ്മൾ ടീച്ചർമാരാകാൻ പോവുകയാണ്. കുട്ടികളെ എപ്പോഴും അങ്ങനെ പ്രൊമോട്ട് ചെയ്യണം. തെറ്റിയാലും ചെയ്തോട്ടു അല്ലെ? ഇനി ക്വസ്റ്റ്യൻ നോക്കടാ. ഒരു സ്കൂളിലെ 6ാം ക്ലാസ്സിൽ അധ്യാപികയായ അഞ്ജലി ടീച്ചർ ഈ വർഷം പെൺകുട്ടികൾക്ക് മാത്രമേ ക്ലാസ് ലീഡർ ആവാൻ പറ്റൂ. ഇത് ഏത് കൺസെപ്റ്റാ? ഇത് നമ്മൾ പറഞ്ഞതിൽ നിന്ന് അല്ലെ? സിലബസ് ഒക്കെ നിങ്ങൾ നോക്കിയല്ലോ. ഇതിൽ എവിടെ നിന്ന് വരുന്ന? ഇത് വരുന്നത് ജെൻഡർ എന്നുള്ള ടോപ്പിക്കാ. ഓക്കെ, ജെൻഡർ ബയാസ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇനി നിങ്ങൾ ആലോചിക്കുക, ആൺകുട്ടികളെയും പെൺകുട്ടികൾക്കും ഒരേ അവസരം കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് എന്ത്? ഈക്വാലിറ്റി, അതല്ലെങ്കിൽ സമത്വം എന്ന് പറയാം. ലിംഗസമത്വം. ഇവിടെ ലിംഗസമത്വമാണോ? എനിക്കാണോ തെറ്റിയതല്ല നിങ്ങൾക്കാണോ തെറ്റിയത് എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇവിടെ ലിംഗസമത്വമാണോ നടക്കുന്നത്? ആണോ? ഒന്ന് വോയിസിലൊക്കെ ടീച്ചേഴ്സ് ഒക്കെ അല്ലേ? ആരാണ് തെറ്റിയത്? ഇനി ഓപ്ഷൻസ് നോക്കൂ. ജെൻഡർ ഈക്വാലിറ്റി, ജെൻഡർ ബയാസ്, വയലേഷൻ ഓഫ് ഡെമോക്രസി. അപ്പൊ കറക്റ്റ് ആണ് അല്ലേ? ഇവിടെ എന്താണ്? ജെൻഡർ ബയാസ് ആണ്, ലിംഗപക്ഷപാതം. ക്ലിയർ അല്ലേ? ഇനി വെരി ഗുഡ്. നിങ്ങൾ നന്നായിട്ട് ചെയ്തിട്ട്, ഇത് നമ്മുടെ ഒരു ബാച്ചാണ്. നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇനി ഞാൻ ഇതിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ എല്ലാം ഉൾപ്പെടുത്തി. നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് നോക്കാം. അധ്യാപന പഠന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ചില രീതികൾ ചുവടെ കൊടുക്കുന്നു. കുട്ടികളിൽ വിമർശനാത്മക ചിന്ത പരിപോഷിപ്പിക്കുന്നതിന് തികച്ചും അനുയോജ്യമല്ലാത്ത രീതി ഏതാണ്? ഇവിടെ ചെയ്തോളൂ സ്പീഡായിട്ട്. Some methods used in the teaching learning process are given below. Which of the method at least is suitable to promote critical thinking among children? കുട്ടികൾക്കിടയിൽ ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലെ? വിമർശനാത്മക ചിന്ത. എവിടെയാണ് നമ്മൾ തിങ്കിങ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ ആ സിലബസിൽ പറഞ്ഞൊരു കൺസെപ്റ്റ് കണ്ടോ? തിങ്കിങ് എന്നുള്ളതിലുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഇപ്പൊ ക്വസ്റ്റ്യൻ വരുന്നത്, പക്ഷേ ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അതേപോലെ ചിലപ്പോൾ കാണുന്നില്ല. പക്ഷെ ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് ലെക്ചർ മെത്തേഡ്, അതിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്, ബ്രെയിൻ സ്റ്റോമിങ് എന്താണ്, ഡിസ്കഷൻ എന്താണ്, ഡിബേറ്റ് എന്താണ് അല്ലെ? കൊളാബറേറ്റീവും കോപ്പറേറ്റീവ് ലേണിംഗ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കിത് അറിയാം. ഇവിടെയാണ് കറക്റ്റ് ആണ് നിങ്ങൾ ചെയ്തത്. ഏതാണ്? ലെക്ചർ മെത്തേഡാണ്. വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഏരിയ ആണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഈ ഓപ്ഷനിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കുന്ന സമയത്ത് ഈ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് അല്ലെ? ഈ മെത്തേഡ്സുകളെ കുറിച്ച് അറിഞ്ഞിരിക്കാം. അപ്പൊ ബ്രെയിൻ സ്റ്റോമിങ് ആ കൺസെപ്റ്റ് ആരുടേതാണ്? ഡിസ്കഷൻ ഡിബേറ്റ് ഒക്കെ വരുന്നത് ആരുടെ കൺസെപ്റ്റിന്റെ ബേസിലാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. പിന്നെ ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ അല്ലെ? നമ്മൾ പറഞ്ഞു ഫോർഗെറ്റ് അല്ലെ? ഓർമ്മ, മെമ്മറി. അവിടെ മറവിയുമായി ബന്ധപ്പെട്ട് സിഗ്മണ്ട് ഫ്രോയിഡ് ആവിഷ്കരിച്ച സിദ്ധാന്തം ഏത്? വിച്ച് തിയറി അല്ലെ? ഫ്രോയിഡ് പറഞ്ഞ ദ പോസ്റ്റുലേറ്റ് പ്രൊപ്പോസ്ഡ് ബൈ സിഗ്മണ്ട് ഫ്രോയിഡ് അബൌട്ട് ഫോർഗെറ്റിംഗ് ഈസ് തിയറി ഓഫ് ഡിസ്യൂസ്, തിയറി ഓഫ് റിപ്രഷൻ, തിയറി ഓഫ് ഇൻഫറൻസ്, തിയറി ഓഫ് അസോസിയേഷൻ. ഏതാണ്?
ഇവിടെ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, സ്പീഡ് കുറവാണല്ലോ ആൻസറിങ്ങിന്, ഇവിടെ നിങ്ങൾ ഓപ്ഷനിലേക്ക് നോക്കടാ. ഇതിൽ ആ ഫ്രോയിഡുമായി ബന്ധപ്പെട്ട ഓപ്ഷൻ എന്താണെന്ന് ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ച് നോക്കാം. യെസ്, ഫ്രോയിഡുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ടോ? അല്ലെ, കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ്, അല്ലെ, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നില്ലേ? അതെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഏതാണ് വരുന്നത്? തിയറി ഓഫ് റിപ്രഷൻ എന്നുള്ളതാണ്, അല്ലെ? ദമന സിദ്ധാന്തം, ദമനം. ഈ ഏരിയയിൽ നിന്ന് ഇപ്പൊ ഇത് മറവിയുമായിട്ടല്ലേ ചോദിച്ചിട്ടുള്ളത്. ഇതേ കാര്യം നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം, അതുമായി കണക്ട് ചെയ്തും പഠിക്കണം. ഞാൻ പറയുന്നത് ക്വസ്റ്റ്യൻസ് നമ്മൾ PYQs നമ്മൾ ജസ്റ്റ് PYQs പഠിക്കുന്നതിനപ്പുറം ഞങ്ങൾ എഡ്യൂക്കേഷൻ ലേണിംഗിലൊക്കെ ഒരു പ്രത്യേക രീതി ഫോളോ ചെയ്യാറുണ്ട്. ക്ലാസ്സുകളൊക്കെ നമ്മുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരു ക്ലാസ്സുകൾ ഇപ്പോൾ SCRTയിൽ നിന്നാണ് ക്ലാസ്സുകൾ വരുന്നെങ്കിലും അത് പല ഏരിയകളിൽ നിന്നാണ് വരുന്നത്. സോ ആദ്യം PYQ നമ്മളൊന്ന് പഠിക്കുന്നു, എന്നിട്ട് അതിൽ നിന്ന് മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യുന്നു, എന്നിട്ടാണ് നമ്മൾ ആ ഒരു മെറ്റീരിയലിൽ നിന്ന് ക്ലാസ് എടുക്കുന്ന സമയത്ത് കുറച്ച് ചോദ്യങ്ങൾ തരും. ഇങ്ങനെയാണ് ഇതിൽ നിന്ന് ചോദിക്കുന്നതെന്ന് പറയും. അപ്പൊ കറക്റ്റ് ഒരു ഏരിയയിലേക്ക് നമ്മൾ പോകും. ഇവിടെയും അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട ഏരിയകൾ. തിയറി ഓഫ് നിങ്ങൾ MCQ പഠിക്കുന്ന സമയത്ത് നോക്കൂ, ഇവിടെ ഇത് കണ്ടോ, തിയറി ഓഫ് യൂസ് ആൻഡ് ഡിസ്യൂസ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു കൺസെപ്റ്റ് പഠിക്കാൻ ശ്രമിക്കുക. ഇതാരുടേതാണ്, അല്ലെ? അപ്പൊ അദ്ദേഹത്തിന്റെ മറ്റു കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്, ഈ ഒരു ഭാഗം. അങ്ങനെയാണ് ഇവിടെ നമ്മൾ ക്ലിയർ ചെയ്തു പോകല്. ഇനി മറ്റുള്ള ഓപ്ഷൻസ് ജസ്റ്റ് എന്ത് ചെയ്യുക, അസോസിയേഷൻ കൺസെപ്റ്റ് നമുക്ക് അറിയില്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, നോക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എല്ലാ കുട്ടികൾക്കും സ്വാഭാവികമായി ഭാഷ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അത്തരത്തിലുള്ള ഒരു ഭാഷാ സമാർജന ഉപകരണം എല്ലാ കുട്ടികളിലും ഉണ്ട്. ഇതിനെ സാർവലൗകിക ഭാഷാ വ്യാകരണം എന്ന് വിശദീകരിക്കാവുന്നതാണ്. ഈ ആശയം മുന്നോട്ട് വെച്ചത് കണ്ടോ, ഇങ്ങനെയാണ് ചോദിക്കുന്നത്. ഇപ്പൊ ചില ചോദ്യങ്ങൾ വളരെ എളുപ്പമല്ലേ? നിങ്ങൾ ആ ഏരിയ സിലബസ് മനസ്സിലാക്കി ആ ഏരിയ കവർ ചെയ്താല് അല്ലെ, സി കിട്ടിയില്ലേ? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എങ്ങനെയാണ് ഒരു സിലബസിനെയും ഒരു ടോപ്പിക്കിനെയും എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, ആ അപ്രോച്ച് നിങ്ങളുടെ പഠനത്തിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ, ഞാൻ കുറെ പഠിച്ചു പക്ഷെ കിട്ടിയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. കറക്റ്റ് കണ്ടില്ലേ? നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റി. ഏതാണ്? നോം ചോംസ്കി, അദ്ദേഹത്തിന്റെ, അല്ലെ? ഇനി നിങ്ങൾ ശ്രമിക്കേണ്ടത് എന്താണെന്ന് അറിയോ? ഞാൻ പറഞ്ഞു, കേട്ടിട്ട് എപ്പോഴും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു എക്സാം ആണ്. ചില എക്സാമുകൾക്ക് കൂടുതൽ ആളുകൾ വിജയിക്കും. ഇപ്രാവശ്യം കുറച്ചധികം ആളുകൾ വിജയിച്ചിട്ടുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ സർവീസ് ടീച്ചേഴ്സ് ഒക്കെ നന്നായിട്ട് എഴുതി കുറച്ചുകൂടി ആളുകൾ ഫോക്കസ് ചെയ്തുകൊണ്ടാ. സാധാരണ കേട്ടത് എക്സാമിനെ സംബന്ധിച്ച് ആളുകൾ അത്ര പ്രാധാന്യം കൊടുക്കൂല. എക്സാമിന് അങ്ങനെയാ പഠിക്കുക, എന്നിട്ടാണ് ഇത് ശ്രദ്ധിക്കാതെ പഠിച്ച് എക്സാമിന് മാർക്ക് വാങ്ങില്ല. സോ നിങ്ങൾക്ക് അത് ഉണ്ടാവരുത്. നിങ്ങൾ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്നാൽ മാത്രമേ അത്, ഇല്ലേ, നിങ്ങളൊക്കെ ആളുകൾ ഇത്രയും സുപ്രീം കോടതിയുടെ വിധിയൊക്കെ വന്നു, എന്നിട്ട് പഠിക്കണം നിർബന്ധമാണ്, ജോലി പോകുന്നൊക്കെ ആ ഒരു ഘട്ടത്തിലാണ് ഇത്രയും ആളുകൾ നന്നായിട്ട് പഠിക്കാൻ ശ്രമിച്ചത്. നമ്മളെ സംബന്ധിച്ച് BEd കഴിഞ്ഞു LP UP ഒക്കെ എക്സാം എഴുതുന്നവരൊക്കെ ഉണ്ടാവും. നിങ്ങൾ അത്ര ചൂടില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഇത് പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റൂല. പക്ഷെ ശ്രദ്ധിച്ചാൽ നടക്കും. ഇനി ഇവിടെ നിങ്ങൾ ബ്രൂണറെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ബ്രൂണറുടെ കൺസെപ്റ്റ്? ഇവിടെ വാട്സനെ കുറിച്ച് പറയുമ്പോൾ വാട്സൺ എന്ത് സംഭാവനയാണ് ചെയ്തിട്ടുള്ളത്, അല്ലെ? എറിക്സൺ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ആ കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വരണം. അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മിഫനെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കമ്പ്യൂട്ടർ ഗ്രാഫിക്സിലും ചിത്രരചനയിലും അവൾക്ക് അതീവ സാമർഥ്യമുണ്ട്. ഇതിന് ഏതു തരത്തിലുള്ള ബുദ്ധിയുമായി ബന്ധപ്പെടുത്താവുന്നതാണ്? ഓക്കെ, ഇവിടെ നിങ്ങൾ ആ കൺസെപ്റ്റ് മനസ്സിലാക്കണേ. ഇന്റലിജൻസ് ഏത് തിയറിയാണ്? ഞാൻ പറഞ്ഞല്ലോ, ഇന്റലിജൻസ്. അപ്പോ ഈ ഇന്റലിജൻസിൽ വരുന്ന ഒരു ഏരിയ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്, മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. ചിലപ്പോ ഹവാർഡ് ഗാർഡനറെ കുറിച്ച് ചോദിക്കും, പക്ഷെ ഇവിടെ വന്നിട്ടുള്ളത് ഇതാണ്. ഇതേതാണ്? ഇവിടെ കമ്പ്യൂട്ടർ ഗ്രാഫിക്. ഇതാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് ആപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങൾ വരുന്നത്. അല്ലേ, അത് നിങ്ങൾ അപ്ലൈ ചെയ്യാം. എല്ലാവരും ഒന്ന് ഇതിന് ആൻസർ ചെയ്യണേ. ലുബാബ നേരത്തെ ഉണ്ടല്ലോ, അല്ലെ? നമ്മളെ കഴിഞ്ഞ ഫ്രീ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? എനിക്ക് ആ പേരൊരു പരിചയമുള്ളത് പോലെ തോന്നുന്നു. ഞാൻ ആദ്യമായിട്ടല്ലേ കഴിഞ്ഞതിലൊക്കെ.
അപ്പൊ ഒരാളെ ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഒന്ന് ചെയ്യും. നേരത്തെ നിങ്ങൾ പെട്ടെന്ന് ചെയ്തില്ലേ ചടപടാന്ന്. ആ ചടപടാ ഒന്ന് ഇതിലേക്കും വരട്ടെ. ഓക്കെ, നത്തിങ്. നത്തിങ് നമ്മൾ നേരത്തെ വന്ന ആളാട്ടോ ഒരു ഇതിനായിട്ട്. വെരി ഗുഡ്. ഇനി അപ്പോ എങ്ങനെയാണ് അത് ബോഡിലി കിനസ്തെറ്റിക് ആയി മാറുന്നത്? ചിത്രരചന ബോഡിലി കിനസ്തെറ്റിക് ആണോ? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്, ബോഡി. ഇപ്പൊ ഡാൻസ് അല്ലേ, ഇപ്പൊ നമ്മൾ ഡാൻസ്, സ്പോർട്സ്, കണ്ടോ, ഡാൻസ് സ്പോർട്സിലൊക്കെ കഴിവുള്ള ആളുകൾ ഉണ്ടാവും. ഇവരെ നമുക്ക് എവിടെ ഉൾപ്പെടുത്താം? ബോഡിലി കിനസ്തെറ്റിക്കിൽ ഉൾപ്പെടുത്താം. അതേ സമയത്ത് നമ്മൾ ഒരു ആർക്കിടെക്ചർ അല്ലെ, ചിത്രം വരയ്ക്കുന്ന ആളുകള്, ഇവരുടെ മനസ്സിലൊക്കെ വരുന്നത് കറക്റ്റ് ആണ്, ബി ആണ്. ഏതാണ്? വിഷ്വൽ സ്പാഷ്യൽ. ഇവിടെ ഞാൻ പറഞ്ഞു, ഇവിടെ നിങ്ങൾ ഇതിന്റെ കൺസെപ്റ്റ്, നിങ്ങൾ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഈ ഹവാർഡ് കാണുന്നത് LPUP എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. PUP എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആപ്ലിക്കേഷനിൽ കോഴ്സ് എടുത്തവർക്ക് കിട്ടുന്നുണ്ടാവും. ഫുൾ ക്വസ്റ്റ്യൻസ് ഞാൻ കേട്ടതിന്റെ കൂടെ തന്നെ നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി ഉള്ളിലേക്ക് ചോദിക്കും. നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ഇത് ഇത്ര, ഇതിന്റെ ഗ്രാവിറ്റി, ഇത് എത്ര ടഫ്നെസ് ഇത്ര ഉണ്ടാവുന്നൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. ഞാൻ പറഞ്ഞു, നിങ്ങൾ കുറച്ചധികം പഠിച്ചാലും അത് നിങ്ങൾക്ക് LPUP എക്സാമിന് ഉറപ്പായിട്ട് ഉപകരിക്കും. നിങ്ങളൊരു ബേസ് ക്ലിയർ ചെയ്തു, അടുത്തത് നിങ്ങൾ അതിന്റെ മുകളിൽ അടുത്ത ബിൽഡിങ് ക്രിയേറ്റ് ചെയ്യാം. കാരണം മാത്സ്, LPUP എക്സാമിന് മാത്സ് ചോദിക്കും. ഇപ്പൊ നിങ്ങൾ ഇതിൽ സോഷ്യലുള്ള ആളുകളില്ലേ, ഇപ്പൊ കാറ്റഗറി 1 സയൻസും മാത്സും ഒക്കെ ചെയ്യുന്നവര് കാറ്റഗറി 2 സയൻസ് എടുത്തവരുണ്ടാവും. പക്ഷെ അവരെ സംബന്ധിച്ച് സോഷ്യൽ കുറച്ചും കൂടി പിടികിട്ടാത്തായിരിക്കും. അതുപോലെ തന്നെ സോഷ്യൽ എടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് മാത്സും സയൻസും വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ പഠിച്ചല്ലേ ഈ അവരുടെ ലസാഗു, ഉസാഗ, LCM, എങ്ങനെ ഓരോ ഏരിയകള്, ടൈം ആൻഡ് വർക്ക്സ് കുറച്ചുകൂടി അങ്ങോട്ട് ചോദിക്കും. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ SCERT ബുക്ക് കലക്കി കുടിക്കാൻ തന്നെ പറയാം. അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു അവസരം ചെയ്യേണ്ടി വരും. അപ്പോ നിങ്ങൾ ഈ ബേസ് ക്ലിയർ ചെയ്താൽ അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ നെക്സ്റ്റ് ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. നമ്മൾ ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതോ ഒരു ലെവൽ എത്തി അടുത്തത് സ്റ്റാർട്ട് ചെയ്യുന്ന എളുപ്പം നിങ്ങൾ ആലോചിച്ചാൽ മതി. ആ ആലോചന നിങ്ങൾ ഇന്നു മുതൽ നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കുക. സോ ഇവിടുത്തെ ആൻസർ വെരി ഗുഡ്. ആൻസർ പറഞ്ഞവർക്കൊക്കെ ഇനി ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, ബോഡിലി കിനസ്തെറ്റിക് എന്താണെന്ന് പഠിക്കണം. അതിന്റെ എക്സാമ്പിൾ പഠിക്കണം. നിങ്ങൾ BEd പഠിച്ചിട്ടുണ്ട്, DLEDന്റെ പുസ്തകത്തിൽ പോയാൽ അതിന്റെ ഒരുപാട് ആർക്കൊക്കെ അങ്ങനെ സാധ്യത ഉണ്ട് അല്ലെ, ഏതൊക്കെ ആളുകൾ ഏതൊക്കെ ടൈപ്പാന്ന് മനസ്സിലാവും. നാച്ചുറലിസ്റ്റിക്, ലോജിക്കൽ, മാത്തമാറ്റിക്കൽ ഇതൊക്കെ ചോദിക്കും. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്തോളൂ കേട്ടോ. രുവാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഈ കഴിഞ്ഞ ഗണിത പരീക്ഷയിൽ രുവാൻ വളരെ കുറഞ്ഞ സ്കോറാണ് ലഭിച്ചത്. ചോദ്യപേപ്പർ വളരെ കഠിനമാണ്, ഉള്ളടക്കം ക്ലാസ്സിൽ ചർച്ച ചെയ്തില്ല എന്നും അവൻ കുറ്റപ്പെടുത്തുന്നു. ഇത് ഏതു തരം സമായോജന തന്ത്രമാണ്? ഏതാണ്? ഇവിടെ മലയാളം വായിച്ചാൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണേ. പുറകോട്ടുള്ള ഗതി, ഉദാത്തീകരണം, പ്രക്ഷേപണം, അനുകൂലനം. വീടുകാരൊക്കെ ഒന്ന് മേലോട്ട് നോക്കും. അതേ സമയത്ത് നിങ്ങൾ നേരെ ഇങ്ങോട്ട് നോക്കുക, അടുത്ത സൈഡിലേക്ക്. ഓപ്ഷൻ നോക്കൂ, റിഗ്രഷൻ, സബ്ലിമേഷൻ, പ്രൊജക്ഷൻ, കോമ്പൻസേഷൻ. ഏതാ വരുന്നത്? ഇവിടെ ഇങ്ങനെ ഇത് ഞാൻ പറഞ്ഞു, ഇതാണ് അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം. പേഴ്സണാലിറ്റിയിൽ നിന്നുള്ള ഒരു ഏരിയ ആണത് കേട്ടോ. പേഴ്സണാലിറ്റിയിൽ നിന്നുള്ള ഒരു ഏരിയ ആണ് അവിടെ വരുന്നത്. അപ്പോ പല ക്വസ്റ്റ്യൻസ് പറയാണ്ട്. ഇപ്പൊ മക്കളില്ലാത്ത ആളുകള് സ്കൂളിലെ കുട്ടികൾക്കൊക്കെ പലതും വാങ്ങിക്കൊടുക്കുന്നു, അല്ലെ അനാഥാലയത്തിലെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുത്തിട്ട് അവര് സന്തോഷം അടയുന്നു. ഇപ്പോ ഒരു വീക്ക്നെസ് മറ്റൊരു രീതിയിൽ അവർ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നതാണ് അഡ്ജസ്റ്റ്മെന്റ്. ഇത് കുറച്ച് ഇത്തരം ഏരിയ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടി. നമുക്ക് BEdനൊക്കെ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇതൊന്നും അത്ര ശ്രദ്ധിക്കില്ല, ഫോക്കസ് ചെയ്യില്ല. ഇത് എവിടെ, നമ്മുടെ കേട്ടറ്റ് എക്സാമിന് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ നിങ്ങൾ ഏതൊക്കെ ഏരിയയിലാണ് വീക്ക് അല്ലെ. ഇവിടെ ആൻസർ വരുന്നത് ടൈപ്പ് ചെയ്തില്ല, നിങ്ങൾ ആലോചിക്കുകയാണോ? ആലോചിക്കാനുള്ള സമയം. ഓക്കെ, ഇവിടുത്തെ ആൻസർ ഒന്ന് ചെയ്തോളൂ. ഇവിടെയാണ് കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റിഗ്രഷന്റെ മീനിങ് ഇവിടെ എന്താ കൊടുത്തത്, പുറകോട്ടുള്ള ഗതി. ശരിക്കും നമ്മൾ നേരത്തെ ദമനം എന്ന് കണ്ടില്ലേ, ദമന സിദ്ധാന്തം ക്വസ്റ്റ്യൻസിൽ. അപ്പൊ നിങ്ങൾ ഇത് റിലേറ്റഡ് ആയിട്ട് ഇതാക്കുക, റിഗ്രഷൻ, ദമനം അല്ലെ. ഇവിടെ ആ ദമനാണ് ആവുകടാ ഇല്ല. അപ്പൊ ഇങ്ങനെ ഈ കണക്ഷൻ വേണം. നമ്മൾ ഒരു കൺസെപ്റ്റിൽ കണക്ഷൻ ചെയ്താൽ ചിലത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇവിടുത്തെ ആൻസർ ഏതാ?
പ്രൊജക്ഷൻ അല്ലെ, പ്രക്ഷേപണം ആണ് കേട്ടോ. ഓക്കെ. ഒരാള് എടാ ഒരുത്തനെ പഠിക്കാൻ പറ്റുന്നത്, ക്ലാസ്സിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നില്ല, അവൻ സ്കൂളിലെ മികച്ച ഫുട്ബോൾ പ്ലെയർ ആയിട്ട് അതിന് പരിഹാരം കാണുക. അപ്പൊ ഏതാ വരുന്നത്? ഇതാണ് അപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ. അങ്ങനെ ചോദ്യങ്ങൾ വന്നിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഭാഗത്ത് നിങ്ങൾ അപ്ലിക്കേഷൻ ലെവലിലെ ക്വസ്റ്റ്യൻ അല്ലേ, വെരി ഗുഡ് ബാബ. കോമ്പൻസേഷൻ എന്നുള്ളതാണ് ഈ ഭാഗത്ത്. അത് കുറഞ്ഞ് ഫോക്കസ് ചെയ്യാം ഈ ഏരിയ. നെക്സ്റ്റ് ഹൗ ചൂസ് സ്റ്റഡി മെറ്റീരിയൽസ്. ഞാൻ പറയുന്നത് ഈ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തല്ലോ, ഇനി ആ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന അതിന്റെ ആൻസർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നു. നോക്കൂ, ഗോൾഡൻ ഡബ്ല്യു ആൽപോർട്ട് മുന്നോട്ട് വെച്ച വ്യക്തിത്വ പഠനവുമായി ബന്ധപ്പെട്ട ട്രെയ്റ്റ് തിയറികൾ ഉൾപ്പെടുത്താത്തത്. പെട്ടെന്ന് ചെയ്യാൻ പറ്റും, നമ്മുടെ സമയം അവസാനിക്കുകയാണ്, പക്ഷെ നമുക്ക് ഇത് തീർക്കാം. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ പെട്ടെന്ന് ആൻസർ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതിന്റെ അടുത്ത സ്ലൈഡ്, ഇത് സോയ്സ് ആണ്. വെരി ഗുഡ്. എന്താണ്? യെസ്, വെരി ഗുഡ്. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ വെരി പ്രൈമറി അല്ലെ, പ്രൈമറി ടൈപ്പ്. ഇവിടെ ജസ്റ്റ് നിങ്ങൾ നോക്കൂ, ഇത് ആണ് DLEDന്റെ പുസ്തകം. ഞാനിത് പണ്ട് നോക്കിയ സമയത്ത് അടയാളങ്ങളൊക്കെ ഇട്ട് വെച്ചാട്ടോ. അത് എല്ലാ പ്രാവശ്യവും ഞാൻ കുട്ടികൾക്ക് പറയാൻ വേണ്ടിയിട്ട് ഇത് ഏരിയ കൊടുക്കും, കാരണം ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ ആണ്. ഇത് കണ്ടോ, ട്രൈറ്റ് അപ്രോച്ച് ഇമ്പോർട്ടന്റ് ആണ്. അത് ആരുടേതാണെന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ നോട്ട് ചെയ്യുമ്പോൾ കേട്ടറ്റ് എക്സാമിനെ സംബന്ധിച്ച് നിങ്ങൾ ഇപ്പൊ ഒരു നോട്ട് ടേക്കിംഗ് പരിശീലിക്കുക. എന്ന് വെച്ചാൽ സൈക്കോളജി നോക്കിയാൽ, നിങ്ങളെ നോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടണം. നിങ്ങൾ ട്രൈറ്റ് എന്ന് പറയുമ്പോൾ പേഴ്സണാലിറ്റിയെ നമ്മളുടെ ട്രൈറ്റ് ആക്കി തിരിക്കുന്നു, പല ട്രൈറ്റ് തിയറി അല്ലാതെ ടൈപ്പ് തിയറി ആക്കി തിരിക്കുന്നു. അതിൽ സബായിട്ട് ട്രൈറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മളെ കുറെ കീവേഡ്സുകൾ ഉണ്ടാവണം. ഒന്നാമത്തെ കീവേഡ്സ് ആൽപോർട്ട്, രണ്ടാമത്തെ കീവേഡ്സ് പിന്നെ 3 തരം, ഒന്ന് കാർഡിനൽ, സെൻട്രൽ, സെക്കൻഡറി. ഇനി ഇതിൽ നിന്ന് ഇതിന്റെ ഈ ഒരു ഭാഗം ഞാൻ ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇതിന്റെ നെക്സ്റ്റ് ലെവൽ കൂടി ചോദിക്കും. എന്താണ് നെക്സ്റ്റ് ലെവല്? ഒരു പ്രത്യേകത തരും. അത് സെൻട്രൽ ആണോ അല്ലെ, അതല്ലെങ്കിൽ കാർഡിനൽ ആണോ സെക്കൻഡറി ആണോ എന്ന് ചോദിക്കും. അതാണ് നെക്സ്റ്റ് ലെവൽ. ഞാൻ പറഞ്ഞല്ലോ ഈ ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പേഴ്സണാലിറ്റിയിൽ ട്രൈറ്റ് തിയറി, അതിൽ 3 ട്രൈറ്റ് തരങ്ങള്, ആ ട്രൈറ്റിന്റെ പ്രത്യേകതകള്. സോ ഞാൻ ഇവിടെ ബാക്കി വന്നിട്ടില്ല, ആ ഒരു ഏരിയ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. സവിശേഷമായ പെരുമാറ്റത്തെയും ചിന്തയും നിർണ്ണയിക്കുന്ന പരിണാമ വിധേയമായ ഇത് മലയാളത്തിൽ കൊടുത്ത് എന്തിനാ അറിയോ? നിങ്ങൾ BEdകാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ലൈസുമാന്റെ ബുദ്ധിമാനം IQ 100-ൽ താഴെയാണ്, കൂടാതെ മാനസിക വയസ്സ് 14-മാണ്. ശാരീരിക വയസ്സുമായി ബന്ധപ്പെട്ട 4 പ്രസ്താവനകൾ കൊടുക്കുന്നു. ഇങ്ങനെ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാ. ഇതാണ് നിങ്ങൾ ആപ്ലിക്കേഷന്റെ ഒരു എന്താ പറയാ ഏറ്റവും അങ്ങേ തല എന്നൊക്കെ പറയല്ലേ. ഇത് നിങ്ങൾക്കുള്ള ടൈമിൽ ഇത് നിങ്ങൾ എഴുതി തീർക്കണം. ഇവിടെ നിങ്ങൾ എത്ര പേർക്ക് ആൻസർ ചെയ്യാൻ പറ്റും? നിങ്ങളൊന്ന് ട്രൈ ചെയ്യും. ഇത് എങ്ങനെയാ ചെയ്യാന്ന് ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്ത് പറഞ്ഞുതരാം. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ അത്തരം ക്വസ്റ്റ്യനും കൂടി നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റണം. ഇതൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല, പക്ഷെ ഇത്തരം ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് വരുന്നു എന്ന് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ പഠനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു 3 മാസത്തിൽ എന്ത് പഠിക്കണം എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണ. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു, ഇത് ഇന്റലിജൻസിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു, ഇന്റലിജൻസ് തിയറി പറഞ്ഞു, പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് വരുന്നതാണ് അല്ലെ. ഇവിടെ നിങ്ങളെ ഒരു കോഡ് ആലോചിച്ച് വെക്കുക. മക്കളെ എന്ന് ആലോചിച്ചാൽ മതി. എന്താണ് മക്കളെ? MA/CA × 100. മക്കളെ എന്ന് ആലോചിച്ച് നോക്കുക. ഇനി ഇവിടെ നോക്കൂ, ലൈസുമാന്റെ ബുദ്ധിമാനം 100-ൽ താഴെയാണ്, കൂടാതെ മാനസിക വയസ്സ് 14-മാണ്. ശാരീരിക വയസ്സുമായി ബന്ധപ്പെട്ട 4. ഇനിയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. IQ 100-ൽ താഴെയാണ്, IQ 100-ൽ താഴെയാണ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഇതുമായി ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റ് എന്താ അറിയോ? IQ അല്ലെ, IQ ഒരാളുടേത് 100 ആണെങ്കിൽ അവന്റെ മെന്റൽ ഏജും അതുപോലെ തന്നെ അല്ലെ എന്താ പറയാ ക്രോണോളജിക്കൽ ഏജ്, അതായത് അവന്റെ കറക്റ്റ് ഏജ് രണ്ടും എന്തായിരിക്കും? തുല്യമായിരിക്കും. അത് മനസ്സിലായോ? ഇപ്പൊ ഒരുത്തന്റെ മെന്റൽ ഏജ് 14 ആണെങ്കിൽ അവന്റെ ക്രോണോളജിക്കൽ ഏജും 14 ആണെങ്കിൽ എന്തായിരിക്കും? അവന്റെ IQ 100 ആയിരിക്കും. ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ?
ഈ കൺസെപ്റ്റ് മനസ്സിലായ നിങ്ങൾ മനസ്സിലാക്കുക, ഐക്യു ഒരുത്തന്റെ ഐക്യു കണ്ടോ 100-ൽ താഴെയാണെങ്കിൽ ഇവന്റെ ഏതോ ഈ കണ്ടോ അതിനേക്കാൾ കണ്ടോ മാനസിക വയസ്സ് 14ആണ്. മാനസിക വയസ്സ് 14ആണ്. മെന്റൽ ഏജ് 14ആണ്. ഐക്യു കുറവുള്ള ആളുടെ മെന്റൽ ഏജ് കുറവായിരിക്കും. ഇനി ചോദ്യം നോക്ക്, അങ്ങനെയാണ് ക്രോണോളജിക്കൽ വയസ്സ് എത്രയാണ് എന്നാ ചോദ്യം. അപ്പൊ ഇനി നിങ്ങൾ പറയൂ, കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വോയിസിൽ നോ എന്ന് പറഞ്ഞോളൂ കേട്ടോ, ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരും. പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഒന്ന് ചെയ്തിട്ടൊന്ന് എന്നിട്ടൊരു വോയിസ് വരണം. 1 മിനിറ്റ്. നിങ്ങൾ ആൻസർ പറഞ്ഞിട്ടില്ലേ? പലരും പോയോ? ഇല്ലല്ലോ, എല്ലാരും ഉണ്ടല്ലേ? നല്ല ആളുകളൊക്കെ ഒന്ന് ആൻസർ. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നിങ്ങൾ ചില ഏരിയകൾ വീക്കാണെന്ന് മനസ്സിലായില്ലേ? ഇത് ക്വസ്റ്റ്യൻസ് ഇത് സിമ്പിൾ ആയിട്ട് ചോദിക്കാട്ടോ, പക്ഷെ ഓല് അവര് ഇങ്ങനെയാ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ ഈ കൺസെപ്റ്റുകൾ നിങ്ങൾ മനസ്സിലേക്ക് വരിക. മെന്റൽ ഏജ് 100 ആണെങ്കിൽ ക്രോണോളജിക്കൽ ഏജ് 100 ആയിരിക്കും. ഇനി ഇവൻ ഐക്യു കൂടുതലാണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താ അറിയോ? ഐക്യു കൂടുതലാണെങ്കിൽ ഇവന്റെ മെന്റൽ ഏജ് കൂടുതലായിരിക്കും. മെന്റൽ ഏജ് കൂടുതലായിരിക്കും. ഐക്യു കുറവാണെങ്കിൽ മെന്റൽ ഏജ് കുറവായിരിക്കും. ഇനി അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ശാരീരിക വയസ്സ് കൂടുതലായിരിക്കും. ഇനി ഇവിടെ നോക്കൂ, ശാരീരിക വയസ്സ് 13ആണ്. അപ്പൊ ശരിക്കും ശാരീരിക വയസ്സ് 13ആണെങ്കിൽ ഇവന്റെ മെന്റൽ ഏജ് അല്ലെ അതിൽ കൂടുതലില്ല, ഐക്യു കൂടണം. ശാരീരിക വയസ്സ് 14ആണെങ്കിൽ ഐക്യും ഇതും 14ആണെങ്കിൽ എന്താണ്? കൂടുതലാണ് അല്ലേ? ഇനി ഇനി ഇതില് 4 പ്രസ്താവന കൊടുക്കുന്നത്. ശാരീരിക വയസ്സ് 15ആണ്, ശരിയാണ്. ശാരീരിക വയസ്സ് 16ആണ്, അങ്ങനെ ഇപ്പൊ പറയാൻ പറ്റൂല. ഓക്കെ, അപ്പൊ ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഐക്യുവിനെ കുറിച്ച് DL-ED വന്നതാണ്. ഇന്റലിജൻസ് കോഷ്യന്റ്, ബുദ്ധിമാനം എന്ന പദം ആദ്യമായി പ്രയോഗിച്ചത് എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് കണ്ടോ. മെന്റൽ ഏജും കാലിക വയസ്സും തമ്മിലുള്ള അനുപാതത്തിന്റെ ഗതി ഇതാണ്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. രണ്ടാമത് നോക്കൂ, 4 വയസ്സുള്ള കുട്ടിയുടെ ബുദ്ധി ഐക്യു അല്ലെ, ഇവിടെ നോക്കൂ, 4ഉം 5ഉം വയസ്സുള്ള 2 കുട്ടികൾ ഒരു ബുദ്ധി പരീക്ഷയിൽ നേടിയ വയസ്സ് 5ആണെങ്കിൽ ഐക്യു 5ആണെങ്കിൽ അവരുടെ ബുദ്ധിമാനം താഴെ പറയുന്നത് പ്രകാരമാണ്. ഇവിടെ മെന്റൽ ഏജ് ആണ്, ഇത് മെന്റൽ ഏജ് ആണ്. മെന്റൽ ഏജ് 5ആണെങ്കിൽ കൂടുതലാണെങ്കിൽ അവന്റെ ഐക്യു കൂടുതലായിരിക്കും. മെന്റൽ ഏജ് തുല്യമാണെങ്കിൽ ഐക്യു 100 ആയിരിക്കും. ഇനി മെന്റൽ ഏജ് കുറവാണെങ്കിൽ ഐക്യു കുറവായിരിക്കും അല്ലേ? മെന്റൽ ഏജ് കുറവാണ്. അപ്പോൾ ശാരീരിക വയസ്സ് അവിടെ കൂടും. ഒരു കുട്ടിയുടെ മാനസിക വയസ്സ് കാലിക വയസ്സ് തുല്യമായാൽ അവന്റെ ബുദ്ധിമ 100 ആയിരിക്കും. കണ്ടോ, ഈ കൺസെപ്റ്റുകളൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. 3, 4 ശരി. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി നമ്മളെ ഇത് തീരാനായി, ചാർജ് തീരാനായി. ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞുതരാം. ഒരു പഠിതാവിന്റെ നിലവിലെ പഠന രീതിയും മറ്റുള്ളവരുടെ സഹായത്താൽ എത്തിച്ചേരുന്ന പഠന നിലയും തമ്മിലുള്ള വ്യത്യാസത്തെ സൂചിപ്പിക്കുന്ന സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഇത് സിമ്പിൾ അല്ലേ? കണ്ടില്ലേ, ചില ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആടാ അല്ലെ. ലെവ് വൈഗോട്സ്കി, ZPD. ഓക്കെ, നിങ്ങൾ ഇത് കാണുമ്പോൾ തോണ്ടൈക്കിന്റെ കൺസെപ്റ്റ്, സ്കിന്നർ കൺസെപ്റ്റ്, ഊണർ, നിങ്ങൾ അതാണ് പഠിക്കേണ്ടത്. എക്സാമിന് ഈ ക്വസ്റ്റ്യൻസ് അങ്ങ് ചെയ്തു പോലെ, എക്സാമിനല്ല പഠിക്കുന്ന സമയത്ത് ഇത് ചെയ്യല്ല, ബാക്കിയുള്ളത് പ്രത്യേകത പഠിക്കുക. ഇതാണ് കണ്ടോ, ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് കൊടുക്കുന്നതാണ് ZPD. അപ്പൊ ഈ ഒരു ഏരിയസ് റിസോഴ്സ് കൃത്യമായിട്ട് നോക്കുക. നമ്മൾ തീർച്ചയായിട്ടും എജ്യൂസ് ലേണിംഗ് നിങ്ങളെ ഇതിനെ നന്നായിട്ട് സഹായിക്കും. നാളെയൊക്കെ ക്ലാസ്സുകളുണ്ട്, നിങ്ങൾ ഓരോ ദിവസവും ക്ലാസ്സുകൾ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. നമുക്ക് ഡൗട്ട്സുകൾ വരികയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചോളൂ നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ചോ. ഇനി എന്തെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ നമുക്ക് സൈക്കോളജി ഇവിടെ നിർത്തിയിട്ടൊന്നുമില്ല. നമുക്ക് പതിയെ നിങ്ങളുമായിട്ട് നമുക്ക് സംവദിക്കാം. ഡൗട്ട്സുകളൊക്കെ നമ്മുടെ നമ്പർ ഉണ്ടാവും, ആ നമ്പറിൽ കണക്ട് ചെയ്യാം. പിന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഇല്ലെങ്കിൽ
നെക്സ്റ്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് നമുക്കിപ്പോ ജൂണിലല്ല നമ്മൾ പറഞ്ഞത്. ജൂണിൽ വന്നാൽ ഓഗസ്റ്റിൽ നമുക്ക് എക്സാം വരും. ഈ ഒരു രീതിയിലാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പൊ ജൂണായി, ജൂണില് അല്ലെ വരികയാണെങ്കിൽ നമുക്ക് ജൂലൈ ഓഗസ്റ്റ് സമയമായി, പഠിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? പങ്കെടുത്ത ആളുകൾക്കൊക്കെ നന്ദി. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ വിജയത്തിന്റെ വഴിയിൽ എജുബ്ലിസ് എന്നും ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആളുകൾ ചോദിക്കാറുണ്ട്. നമ്മളെ കോഴ്സ് എടുക്കാത്തവർക്ക് അവർക്കൊക്കെ നമ്മൾക്ക് സംശയങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഏതായാലും നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും അതിന്റെ ഒരു മെച്ചം നിങ്ങൾക്ക് ഉണ്ടാവും. ആ നോട്ട്സ് ഒക്കെ നിങ്ങളുടെ ഇനിയും നിങ്ങൾക്ക് ഉപകാരപ്പെടുകയും ചെയ്യും. സോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു വെരി മച്ച്.